തന്നാലും ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനേ, നിത്യ സഹായകനേ, അകതാരിലുണർവിന്റെ പനി നീരു തൂകി അവിരാമൊഴുകി വരൂ, വരദാനവാരിധി ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനേ, നിത്യ സഹായകനേ. 121 സങ്കീർത്തനം 1ഉം 2ഉം തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. പൊന്നുതമ്പുരാനെ, ഇതാ അങ്ങയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങേ മക്കളായ ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ചൊരിയുന്ന പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈ നിമിഷങ്ങളിലായിരിക്കുവാനായിട്ട് അപ്പാ അവിടുന്ന് കൃപ ചെയ്യണമേ. പ്രത്യേകിച്ച് അങ്ങയുടെ വലിയ ദാനമായ കൂദാശകളെ പറ്റി പഠിക്കുവാനായിട്ട്, അതിൽ ആഴപ്പെടുവാനായിട്ട് ഇതാ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണപ്പാ. ഞങ്ങളുടെ കൂടെയുള്ള ജിൻജോ ബ്രദറിന്റെ ബുദ്ധിയെയും ചിന്തകളെയും വാക്കുകളെയും ശരീരം മുഴുവനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങളിലേക്ക് അവിടുത്തെ കൃപ നിറഞ്ഞ് ഞങ്ങളിലേക്ക് അങ്ങയുടെ വലിയ ദാനമായ ഈ കൂദാശകൾ പകർന്നു തരുവാനായിട്ട് ജിൻജോ ബ്രദറിനെ അപ്പ അങ്ങ് ശക്തിപ്പെടുത്തണമേ. അതുപോലെ തന്നെ കേൾക്കുവാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പൊന്നുതമ്പുരാനെ, അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് വളരുവാനായിട്ട് അവിടുത്തെ കൃപ മാത്രം മതിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒന്നും അറിയാത്തവരായിട്ടാണ് അപ്പാപ്പന്റെ മുന്നിൽ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്ന തോന്നലുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അപ്പ ഉടച്ചു കളഞ്ഞ് ഒഴിഞ്ഞ ഒരു കോപ്പ പോലെ ജിൻഡോ ബ്രദറിന്റെ മുൻപിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പ ആ ബ്രദറിലൂടെ ഒഴിഞ്ഞ കോപ്പകളാകുന്ന ഞങ്ങളുടെ മനസ്സിലേക്ക് അറിവ് നിറച്ച് വിശ്വാസം നിറച്ച് അങ്ങിൽ ആഴപ്പെടുവാനായിട്ട്, അങ്ങയുടെ സ്നേഹത്തിൽ ആഴപ്പെടുവാനായിട്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. അമ്മേ മാതാവേ, അമ്മയുടെ പ്രാർത്ഥനയുണ്ടെങ്കില് ഞങ്ങൾക്ക് മനസ്സിലാകാത്തതൊന്നുമില്ല. അമ്മയുടെ സാന്നിധ്യം ഉണ്ടെങ്കില് ഞങ്ങൾക്ക് ലഭിക്കാത്ത അറിവുകളൊന്നുമില്ല. അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് ജിൻഡോ ബ്രദറിനെ പൊതിഞ്ഞ് സൂക്ഷിച്ച് ഈ നിമിഷങ്ങളിൽ എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും വിടുതൽ നൽകി, എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ നൽകി, ഈ സമയം ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ തിന്മയുടെ പ്രതിരോധങ്ങളിൽ നിന്നും വിടുതൽ നൽകി ആ മകനെ അമ്മ സൂക്ഷിച്ച് തമ്പുരാന്റെ സംവിധത്തിലായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് തമ്പുരാനെ പകർന്നു തരുവാനായിട്ട്, ഉദാശകൾ പകർന്നു തരുവാനായിട്ട് അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശമിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ജിഷ സിസ്റ്ററെ. ജിഷ സിസ്റ്റർ പറഞ്ഞു ഞാൻ പാട്ട് പാടില്ല, ബാക്കി എന്താണ് ചെയ്യാന്ന് പറഞ്ഞു. സിസ്റ്റർ ആ കഴിവിന് പരമാവധി അത് സഹകരിച്ചതിനോർത്ത് ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് എല്ലാവരെയും ചേർത്ത് വെക്കുക. പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നമ്മളിലേക്ക് എല്ലാവരും കടന്നു വരാണ്ട്. ഒരു നിമിഷം നമുക്ക് ഇറങ്ങുന്നത് എല്ലാവർക്കും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ വിട്ടു തരുന്ന അങ്ങനത്തെ കൃപ ഞങ്ങളിലേക്ക് ശരിയാണ് ദൈവമേ. പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ബുദ്ധി അങ്ങ് പ്രകാശിപ്പിക്കണം ദൈവമേ. ഞങ്ങൾ അങ്ങയുടെ ദൈവദാസനായ ബ്രദറെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഈ വൈകിയ വേളയിലും വളരെ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന അദ്ദേഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ദൈവമേ. അദ്ദേഹത്തെ ആദരങ്ങളോടെ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. പൂർണ്ണമായിട്ട് ഞങ്ങളെ ഏറ്റെടുക്കണമേ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory Jesus, thank you Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജിനോ ബ്രദറെ യേശുനാമത്തിൽ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല പ്രാർത്ഥനയ്ക്ക് വളരെ നന്ദി. പരിശുദ്ധമ്മയോട് ചേർന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കേൾക്കാലോ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇന്ന് ദിവസം നമ്മള് കടന്നു ചെല്ലാൻ പോകുന്നത് കുദാശകൾ എന്ന ക്ലാസ്സിനെ കുറിച്ചാണ്. കുദാശകൾ നമുക്കറിയാം, പ്രധാനമായും 7 കുദാശകളാണുള്ളത്. മാമോയിസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, കുംഭസാരം, രോഗിലേപനം, തിരുപ്പട്ടം, വിവാഹം. ഇത്രയും കുദാശകളാണ് ഉള്ളത്. ഈ കുദാശകളിലെ പ്രാരംഭ കുദാശകൾ എന്ന് പറയും. അതായത് ഒരു വ്യക്തി ക്രിസ്ത്യാനി ആവണമെങ്കിൽ മിനിമം ഈ കുദാശകൾ സ്വീകരിച്ചിരിക്കണം. അതാണ് പ്രാരംഭ കുദാശ. ആ കുദാശ മാമോദിസ, വിശുദ്ധ കുർബാന, അതുപോലെ സ്ഥൈര്യലേപനം. ഈ 3 കുദാശകളാണ്. മാമോദിസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന. ഈ 3 കുദാശകളാണ് പ്രാരംഭ കുദാശകൾ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയുടെ മുഴുവൻ ആസ്വാദനവും നമുക്ക് ലഭിക്കുന്നത് പ്രാരംഭ കുദാശകളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 12-ാം തിരുവചനത്തിൽ പ്രകാരം പറയുകയാണ്, സ്വർഗത്തിൽ നമുക്ക് 3 സാക്ഷികളാണുള്ളത്. 7-ാം തിരുവചനത്തിൽ സ്വർഗത്തിൽ നമുക്ക് 3 സാക്ഷ്യങ്ങളാണുള്ളത്. ജലം, രക്തം, ആത്മാവ്. 3 സാക്ഷ്യങ്ങളാണുള്ളത്. അതെന്താണ്? ജലം, രക്തം, ആത്മാവ്. ഇവ 3ഉം സാക്ഷ്യം നൽകും, നമുക്ക് വേണ്ടി സാക്ഷ്യം നൽകുന്നു. 3 സാക്ഷികളാണുള്ളത്. ആത്മാവ്, ജലം, രക്തം. ഇവ 3ഉം ഒരേ സാക്ഷ്യം നൽകുന്നു. 1 യോഹന്നാൻ 5:7. എന്താണ് ഈ ജലം, രക്തം, ആത്മാവ്? ജലം, രക്തം, ആത്മാവ് എന്ന് പറയുന്നത് ജലം മാമോദീസ, രക്തം വിശുദ്ധ കുർബാന, ആത്മാവ് സ്ഥൈര്യലേപനം. 3 കുദാശകളാണ്. സ്വർഗത്തിൽ നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ നമുക്ക് വേണ്ടി നിൽക്കുന്നത്. നമ്മൾ കുദാശകളിൽ കടക്കുകയാണ്. എന്താണ് കുദാശ? അദൃശ്യമായ കൃപാവരത്തിന്റെ ദൃശ്യമായ അടയാളങ്ങളാണ് കുദാശ. അപ്പൊ അദൃശ്യമായിട്ട് നമുക്ക് എന്തോ ലഭിക്കുന്നുണ്ട്, അതിനെ ദൃശ്യമാക്കുന്നതാണ് കുദാശ എന്ന് പറയുന്നത്. അദൃശ്യമായി എന്താ ലഭിക്കുന്നത്? അത് കൃപാവരമാണ്. കൃപാവരത്തിന്റെ ഉറവിടം യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിൽ നിന്നാണ് കൃപാവരം കടന്നു വരുന്നത്. അദൃശ്യമായ ഈ കൃപാവരത്തിന്റെ ദൃശ്യമായ അടയാളം, നമുക്ക് ശരീരവുമുണ്ട്, ആത്മാവുണ്ട്. ആത്മാവിലേക്കാണ് അദൃശ്യമായ കൃപാവരം കടന്നു വരുന്നത്. ശരീരം അത് ദൃശ്യമായിട്ട് അനുഭവിക്കുന്നത് അടയാളങ്ങളിലൂടെയാണ്. അടയാളങ്ങളാണ് കുദാശകളായി നമുക്ക് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ എന്തിനാണ് കുദാശ സ്വീകരിക്കുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് രക്ഷ? പലപ്പോഴും പല ബന്ധപുസ്തകർ നമ്മൾ വീട്ടിൽ വന്നിട്ട് പറയും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും രക്ഷിക്കപ്പെട്ടാവോ അറിഞ്ഞൂടാ.
രക്ഷിക്കപ്പെടണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷകനാഥനുമായി വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തതിനു ശേഷം വെള്ളത്തിൽ മുങ്ങിപ്പോകണം. എങ്കിൽ മാത്രമേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയാൽ മാത്രമേ രക്ഷ പ്രാപിക്കുള്ളൂ എന്ന് പറയും. അപ്പൊ എന്താണ് രക്ഷ എന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. എന്താണ് രക്ഷ? രക്ഷ പ്രാപിക്കാൻ എന്താണ് വേണ്ടത്? രക്ഷ എന്ന് പറയുന്നത് അതിന് മുമ്പ് എന്താണ് രക്ഷിക്കുവാനുള്ള കാരണം എന്നറിയണ്ടേ? അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെയല്ല. ആദിയിലെ ദൈവത്തിന്റെ സൃഷ്ടികർമ്മം എന്ന് പറയുന്നത്, മനുഷ്യനെ കുറിച്ചുള്ള സൃഷ്ടികർമ്മം എന്ന് പറയുന്നത്, ദൈവം പരിപൂർണനായതുകൊണ്ട് പരിപൂർണതകളെ നിറച്ചുകൊണ്ട് തന്നെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ എങ്ങനെയോ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ദൈവപുത്രനായ മനുഷ്യൻ, ഇതാ പാപം വഴി ആ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ നമ്മൾ രക്ഷയെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. ശ്രദ്ധിച്ചിട്ടുള്ളൂ, എഴുതിയെടുത്തോളൂ. രക്ഷയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയുകയാണ്. പാപം വഴി ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ എനിക്ക് നഷ്ടമായ സൗഭാഗ്യങ്ങളെ തിരിച്ചു തരുന്നതും, പാപം വഴി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കാര്യങ്ങളെ നീക്കിക്കളയുന്നതുമാണ് ബൈബിളിന്റെ ഭാഷയിൽ രക്ഷ. ഇത് മനസ്സിലാക്കണം. ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പൊ ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം അധർമ്മത്തെ നീക്കം ചെയ്ത് ധർമ്മത്തെ സ്ഥാപിക്കുന്നതാണ് രക്ഷ. അപ്പൊ അവര് അതിനെന്ത് വേണം? അധർമ്മത്തെ നീക്കാൻ വേണ്ടി അധർമ്മികളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതാണ് അവരുടെ പുരാണങ്ങളിൽ കാണുക. അധർമ്മത്തെ നീക്കം ചെയ്യുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ നമുക്ക് അങ്ങനെയല്ല രക്ഷ എന്ന് പറയുന്നത്. രക്ഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പാപം വഴി എന്തൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അതെല്ലാം നീക്കിക്കളയുക. ഒരു വ്യക്തിക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയോ അത് തിരിച്ചു കൊടുക്കുക. അതാണ് രക്ഷ. അപ്പൊ ആരാണ് രക്ഷകൻ? രക്ഷകൻ യേശുക്രിസ്തു ആണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തൊക്കെയാണ് എനിക്ക് പാപം വഴി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്, അതെല്ലാം യേശുക്രിസ്തു നീക്കിക്കളഞ്ഞാൽ മാത്രമേ യേശുക്രിസ്തുവിനെ ഞാൻ രക്ഷകനാണെന്ന് പറയാൻ പാടുള്ളൂ. മറ്റൊരു തരത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന നഷ്ടങ്ങൾ തിരിച്ചു തന്നാൽ മാത്രമേ ആ രക്ഷകനേക്ക് രക്ഷകൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ ആരുടെയൊക്കെ രക്ഷകനാവും, എൻ്റെ രക്ഷകനാവില്ല. അപ്പൊ എൻ്റെ രക്ഷകനാകണമെങ്കിൽ എനിക്ക് തിരിച്ചു കിട്ടണം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യം തിരിച്ചു കിട്ടണം. എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് നീക്കിക്കളയണം. ആരാണ്? യേശുക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു എൻ്റെ രക്ഷകനാകണമെങ്കിൽ എന്താണ് പാപം വഴി എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത്, എന്താണ് പാപം വഴി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതറിയണമെങ്കിൽ നമ്മൾ ഏദൻ തോട്ടത്തിലെ ആദത്തിനും ഹവ്വയ്ക്കും പാപം വഴി എന്തൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, പാപം വഴി എന്തൊക്കെ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് തന്നെയാണ് മനുഷ്യൻ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും നഷ്ടങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള നമുക്ക് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ? എന്താണ് നമുക്ക് കണ്ടെത്താൻ പോകുന്നത്? ആദ്യം നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ കണ്ടെത്താൻ പോവുകയാണ്. അപ്പൊ നമ്മള് ഏദൻ തോട്ടത്തിലേക്ക് പോവുകയാണ്. ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവർക്ക് എന്താണ് നഷ്ടപ്പെട്ടു പോയത്? അതിപ്രകാരം പറയുകയാണ്, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്നൊളിച്ചതാണ്. ഇങ്ങനെ പറയാം, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്നൊളിച്ചതാണ്. ഉടനെ ദൈവം പറഞ്ഞു, അവിടെ നിന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ പാപം ചെയ്തുവോ? ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യം ഇവർക്ക് എന്ത് സംഭവിച്ചു? ഇവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു. 7-ാം വാക്യം പറയുകയാണ്, 3-ാം അധ്യായം ഉൽപ്പത്തി 3-ാം അധ്യായം 7-ാം വാക്യം പറയുകയാണ്, ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ അവിടെ നഗ്നത തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. 2-ാം അധ്യായം 25-ാം വാക്യം ഇങ്ങനെയാണ്, പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. അപ്പൊ 2 പോയിന്റ് വന്നിരിക്കുകയാണ്. 1, ലജ്ജ തോന്നിയിരുന്നില്ല. 2, പാപം കടന്നു വന്നപ്പോൾ അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു സംഭവം സംഭവിക്കുകയാണ്. എന്താണ് പാപം കടന്നു വന്നപ്പോൾ സംഭവിച്ചത്? അവർക്കൊരു വസ്ത്രമുണ്ടായിരുന്നു. ആ വസ്ത്രത്തിന്റെ പേര് വിശുദ്ധിയുടെ വസ്ത്രം, മഹത്വത്തിന്റെ വസ്ത്രം. അതവർ ധരിച്ചിരുന്നത് കൊണ്ട്, വിശുദ്ധിയുള്ളവരായതുകൊണ്ട് അവർ നഗ്നരാണെങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. കാരണം അവരെ പൊതിഞ്ഞ വിശുദ്ധിയുടെ വസ്ത്രമുണ്ടായിരുന്നു. അപ്പോ പാപം കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ മഹത്വം നഷ്ടപ്പെട്ടു പോയി, അവരുടെ വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി.
അപ്പോൾ അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, ഒന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത്, ഒന്നാമത്തെ നഷ്ടം വിശുദ്ധിയുടെ വസ്ത്രം. നാം എഴുതി വെച്ചോളൂ, ഒന്നാമത്തെ നഷ്ടം വിശുദ്ധിയുടെ വസ്ത്രം. ഇനി രണ്ടാമത്തെ നഷ്ടം നമ്മൾ കാണാൻ പോവുകയാണ്. രണ്ടാമത്തെ നഷ്ടം നമ്മൾ കാണുന്നു, ഈ പഴം ഭക്ഷിച്ചാൽ ഉടനെ അവർ മരിക്കുമെന്ന് പറയുന്നു. നന്മതിന്മ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അപ്പോൾ ആദുഹവ്വ ആ പഴം ഭക്ഷിച്ചു, അവർ മരിച്ചുവോ? മരിച്ചില്ല. പക്ഷെ യഥാർത്ഥത്തിൽ മരിച്ചുവോ? മരിച്ചു. എന്താണ് മരണം? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അപ്പാപ്പൻ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാപ്പ എന്നെ വിട്ടുപോയി, എനിക്ക് അപ്പാപ്പനെ കാണാൻ പറ്റുന്നില്ല. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മരണം. ഇതുപോലെ ദൈവത്തെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആദവും ഹവ്വയും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഞാനും നിങ്ങളും ഓക്കെ. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രകാരം കാണാൻ സാധിക്കും, ദൈവം ആദത്തിനെ മെനയുമ്പോൾ മണ്ണുകൊണ്ട് മെനഞ്ഞ് അവന്റെ നാസാരന്തരങ്ങളിലേക്ക് ശ്വാസം ഊതി. അപ്പോൾ അവൻ ജീവനുള്ളതായി തീർന്നു. അതായത് മനുഷ്യൻ പ്ലസ് പരിശുദ്ധാത്മാവ് റൂഹായെ ഊതിയപ്പോഴാണ് ജീവനുള്ളതാകുന്നത്. മനുഷ്യൻ പ്ലസ് പരിശുദ്ധാത്മാവ് സമം ജീവനുള്ള മനുഷ്യൻ. അപ്പൊ ഒരു മനുഷ്യൻ ജീവൻ ഉണ്ടാവണം, എന്ത് വേണം? അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വേണം. അതായത് എൻ്റെ ആത്മാവ് ജീവനുള്ളതായി തീരണമെങ്കിൽ എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വന്നു ചേരണം. അപ്പോൾ എൻ്റെ ശരീരം ദൈവത്തിന്റെ ആലയമാകും. ഞാൻ മുമ്പ് കഴിഞ്ഞ തൃത്വത്തെ പറ്റിയുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നതുപോലെ തന്നെ മനുഷ്യനിലെ ആത്മാവ്, ശരീരം, മൂന്നാമത്തെ വ്യക്തി ദൈവത്തിലുള്ള വ്യക്തിയും മൂന്നാമത്തെ മനുഷ്യനുള്ള വ്യക്തിയും ഒരാൾ തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് മുഖാന്തിരമാണ് നമ്മൾ ദൈവവുമായി ഒന്നിക്കുന്നത്. പരിശുദ്ധാത്മാവ് മുഖാന്തിരമാണ് നമ്മൾ ദൈവ മക്കളാകുന്നത്, ദൈവത്തിന്റെ ഛായയും സാദൃശ്യമാകുന്നത്. അപ്പോൾ എപ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുപോയോ അപ്പോൾ നമ്മൾ ശരീരവും ആത്മാവും മാത്രമുള്ള വ്യക്തിയായി മാറും, പരിശുദ്ധാത്മാവ് ഇല്ലാത്ത വ്യക്തിയായി മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? നാം ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും ഇല്ലാത്തവരും. ദൈവം മൂന്നാളുകളിൽ ഒന്നാണ്, മനുഷ്യൻ എന്താണ്? ശരീരവും ആത്മാവും മാത്രമാണ്. അപ്പൊ ദൈവത്തിന്റെ ഛായയും സാദൃശ്യം നഷ്ടപ്പെട്ടു പോയാൽ ദൈവമക്കളെന്ന അവകാശം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ പാപം കടന്നു വന്നപ്പോൾ മനുഷ്യനുണ്ടായ സംഭവം എന്താണ്? മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു. അപ്പോൾ ദൈവിക ജീവൻ, ആത്മാവിനെ ദൈവത്തോടൊപ്പം നിലനിർത്തുന്ന ജീവൻ, ഇപ്പൊ നമ്മളെ ജീവനോടെ നിലനിർത്തുന്ന ജീവൻ എന്ന് പറയുന്നത് അത് ശരീരത്തെ, ഇതുപോലെ ആത്മാവിനെ ദൈവത്തിന്റെ കൂടെ നിലനിർത്തുന്നതാണ് ജീവൻ. അപ്പോൾ ഈ ജീവൻ, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോയി, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അത് പരിശുദ്ധാത്മാവാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ രണ്ടാമത്തെ നഷ്ടം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്, ദൈവിക ജീവൻ. ദൈവിക ജീവനെ പറയുന്ന മറ്റൊരു പേരാണ് കൃപാവരം. കൃപാവരം നഷ്ടപ്പെട്ടു പോയി. കൃപാവരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നന്മയും തിന്മയും എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് പോയി നൽകുന്നത്. അതായത് പരിശുദ്ധാത്മാവ് വന്നാലാണ് കൃപാവരം ലഭിക്കുന്നത്, ദൈവിക ജീവൻ ലഭിക്കുന്നത്. അതുവഴിയാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ നഷ്ടം, ഒന്നാമത്തെ നഷ്ടം പറഞ്ഞു വിശുദ്ധിയുടെ വസ്ത്രം. രണ്ടാമത്തെ നഷ്ടം എന്ന് പറയുന്നത് എഴുതിയെടുത്തോളൂ, പരിശുദ്ധാത്മാവ്. രണ്ടാമത്തെ നഷ്ടം പരിശുദ്ധാത്മാവ്. ഒന്നാമത്തെ നഷ്ടം വിശുദ്ധിയുടെ വസ്ത്രം, രണ്ടാമത്തെ നഷ്ടം പരിശുദ്ധാത്മാവ്. ഇനി എന്താണ് മൂന്നാമത്തെ നഷ്ടം? നമ്മൾ കാണാൻ സാധിക്കുകയാണ് മൂന്നാം അധ്യായം 22 വചനം. എന്തുകൊണ്ടാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് ആദത്തിനെ ഹവ്വയിനെ പുറത്താക്കിയത്? അപ്പൊ നമ്മൾ അവർ പാപം ചെയ്തു, അതുകൊണ്ട് അവർ ദൈവം അവരെ ശിക്ഷിച്ചു, പുറത്താക്കി. എന്നാൽ ബൈബിളിൽ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ബൈബിൾ പറയുന്നത് ഇപ്രകാരമാണ്. ഉൽപ്പത്തി 3:22 ഇങ്ങനെ പറയുന്നു. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈനീട്ടി
ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്ന് അമർത്യനാകാനിടയാകരുത്. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പൊ കർത്താവ് എന്തുകൊണ്ടാണ് പുറത്താക്കുന്നത്? ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്ന് അമർത്യനാകാനിടയാകരുത്. ഏദൻ തോട്ടത്തിൽ 2 മരങ്ങളാണ് നടുവിലുണ്ടായിരുന്നത്. ഏദൻ തോട്ടത്തിൽ നടുക്ക് 2 മരങ്ങളുണ്ടായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനം. ജീവന്റെ വൃക്ഷവും നന്മത്തിന്മേലെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ അവിടുന്ന് വളർത്തി. അപ്പൊ 2 മരമുണ്ട് തോട്ടത്തിന്റെ നടുവിൽ. അതിൽ ഒരു മരത്തിന്റെ അവർ തിന്നണം, ജീവവൃക്ഷത്തിന്റെ പഴം അമർത്തി ഉണ്ടാകും. 2-ാമത്തെ മരത്തിന് തിന്നരുത്. അങ്ങനെ 2 മരം ഉള്ളത്. അപ്പോൾ 2-ാമത്തെ മരത്തിന് തിന്നു കഴിഞ്ഞപ്പോൾ, അതായത് നന്മത്തിന്മേലെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ പഴം തിന്നു കഴിഞ്ഞപ്പോൾ, ജീവന്റെ വൃക്ഷത്തിന് പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത് എന്നുള്ളത് കൊണ്ട് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ സംശയം തോന്നും, ദൈവം എന്തിനാ അസൂയാണ്? അപ്പോൾ നമ്മൾ അവിടെ നന്മതിന്മ വൃക്ഷത്തിന്റെ പഴം തിന്നതിന് ശേഷം ആ സ്പോട്ടിൽ തന്നെ ജീവൻ വൃക്ഷത്തിന്റെ പഴം പറിച്ചു തരുന്നെങ്കിൽ മരണമില്ലാത്ത മനുഷ്യരായി മാറിയനെ. ദൈവം എന്തൊരു ക്രൂരതയെ കാണിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം അവരെ തോട്ടത്തിൽ പുറത്താക്കിയത്? ജീവൻ വൃക്ഷത്തിന്റെ പഴം തിന്നാൽ എന്താ കുഴപ്പം? നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുക, ദൈവം പരിശുദ്ധനാണ്, അമർത്യനാണ്. മാലാഖമാർ വിശുദ്ധരാണ്, അമർത്യരാണ്. പിശാചുക്കൾ പാപികളാണ്, അമർത്യരാണ്. മനുഷ്യൻ വിശുദ്ധനും അമർത്യനുമായിരുന്നു. എന്നാൽ പാപം ചെയ്ത് പാപിയായിട്ട് അമർത്യനായാൽ അവൻ ദൈവത്തെ പോലെയാകുമോ, പിശാചിനെ പോലെയാകുമോ? പാപം ചെയ്തിട്ട് അമർത്യനായ വ്യക്തിയാണ് പിശാച്. അതുകൊണ്ടാണ് ഈ അമർത്യത കാരണം കൊണ്ടാണ് പിശാചിനെ രക്ഷിക്കുവാൻ സാധിക്കാത്തത്. പിശാച് പാപം ചെയ്ത മാലാഖിയാണ്, പക്ഷെ പിശാച് അമർത്യനാണ്. അതുകൊണ്ട് ദൈവത്തിന് അവനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. അവൻ നഷ്ടപ്പെട്ടു പോയതിനെ മാറ്റി നിർത്തുക ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ മക്കളായ മനുഷ്യരെ രക്ഷിക്കുവാനുള്ള ഹോപ്പുണ്ട്. അതവന്റെ ശരീരമാണ്. അതിലേക്കും പാപത്തിന്റെ ശമ്പളമായ മരണത്തെ കൊടുത്താൽ അവനെ രക്ഷിക്കാനുള്ള ഒരു വഴി തുറക്കുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം ഒരു കാര്യം തീരുമാനിക്കുകയാണ്, അവൻ ജീവന്റെ വിഷയത്തോട് പറിച്ചത് അമർത്യനായി കഴിഞ്ഞാൽ പിന്നെ പിശാചിനെ പോലെയാകും. ദൈവത്തെ പോലെ ആകാമെന്ന് കരുതി അവൻ നന്മത്തിന്മകളെ കുറിച്ചുള്ള പഠനം ഭക്ഷിച്ച് ദൈവത്തെ പോലെ ആകാമെന്ന് കരുതി. എന്നാൽ അമർത്യത കൂടി വന്നു കഴിഞ്ഞാൽ അവൻ പിശാചിനെ പോലെയാകും. അതാകാതിരിക്കേണ്ടതിന് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇതാണ് രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഏദൻ തോട്ടത്തിലായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും രക്ഷ കിട്ടില്ല. നമ്മൾ അമർത്യരായ പിശാചുക്കളായി, പാപികളായി നിരന്തരം വാഴുമായിരുന്നു. അപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണം എന്നതിനെ ദൈവം എന്ത് ചെയ്യുകയാണ്? അത് മനുഷ്യന്റെ ശരീരത്തിന് നൽകുകയാണ്. അതിനുവേണ്ടി ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അതോടുകൂടി മരണം സംഭവിക്കുക. എന്താണ് മരണം? പാപം ചെയ്ത ഈ ശരീരം, മനുഷ്യ ശരീരം മണ്ണിൽ അഴുകി ഇല്ലാതെയാകുന്നു. ശരീരത്തിന്റെ പണി കഴിഞ്ഞു. ഇനി പാപം ചെയ്ത ആത്മാവ് നിത്യമായി ദൈവത്തിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പോൾ ആത്മാവിന്റെ പണി കഴിഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? പാപം ചെയ്ത നിമിഷം അവൻ മരിച്ചു. കാരണം ആത്മാവ് ദൈവത്തുമായി നിത്യമായ ദൈവ ബന്ധം വിട്ടുപോയി. മനുഷ്യന്റെ ശരീരമാകട്ടെ മണ്ണിലൊരില്ലാതാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? ശരീരത്തിന്റെ അഴുകലും ആത്മാവിന്റെ നാശവും, ദൈവിക ജീവനില്ലാത്ത, ദൈവമായി യാതൊരു ബന്ധമില്ലാത്ത നാശവും സംഭവിച്ചിരിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് മരണം. അപ്പോൾ ദൈവം എന്ത് ചെയ്തു എന്നറിയാമോ? മരിക്കുന്ന വ്യക്തികളെ ശരീരം മണ്ണിൽ അഴുകാൻ അനുവദിക്കും. എന്നാൽ ആത്മാവിനെ ദൈവം സ്വർഗത്തേക്ക് കയറ്റില്ല. സ്വർഗത്തിൽ കയറ്റാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? സ്വർഗം പരിശുദ്ധിയുടെ സ്ഥലമാണ്. ഈ ആത്മാവ് പാപമുള്ളതാണ്. അപ്പോൾ നിത്യനരകത്തിലേക്ക് അർഹതയുള്ള ആത്മാക്കൾ മരിച്ചു കഴിഞ്ഞാൽ നരകത്തേക്ക് പോകും. എന്നാൽ നിത്യനരകത്തിൽ അർഹമല്ലാത്ത വിശുദ്ധരായവരുടെ ആത്മാക്കൾ, അവർക്ക് അവരുടെ വിശുദ്ധി നിമിത്തം സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം അവരുള്ളിൽ പാപമുണ്ട്. എന്നാൽ അവർ നരകത്തിൽ പോകാൻ അർഹതയില്ല എന്നേ ഉള്ളൂ. സ്വർഗത്തിൽ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലണമെങ്കിൽ പരിശുദ്ധനായിട്ട് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ദൈവം എന്ത് ചെയ്യും? ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലമാണ്
പാതാളം. അങ്ങനെ ഒരുക്കിയ സ്ഥലം പാതാളം. അതേതാണ് പാതാളം? നരകത്തിന്റെ മേൽത്തട്ടിനെ പറയുന്ന പേരാണ് പാതാളം. നരകത്തിന്റെ മേൽത്തട്ടിനെ പറയുന്ന പേരാണ്. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ യേശുക്രിസ്തു പറയുന്നത് ഇപ്രകാരമാണ്: ലാസർ മരിച്ച് അബ്രാഹത്തിന്റെ മടിയിലെത്തി. ഈ അബ്രാഹത്തിന്റെ മടിയിൽ പറയുന്ന മറ്റൊരു പേരാണ് പാതാളം. ഈ പാതാളവും നരകവും തമ്മിലിടയിൽ ഗർത്തമുണ്ടെന്ന് ധനവാനോട് ഇത് പറയുക. ധനവാനോട് അബ്രാഹാം പറയുക. അപ്പൊ നിത്യനരകത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ എങ്ങോട്ട് പോകും? അത് നിത്യമായി നരകത്തേക്ക് പോകും. എന്നാൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആത്മാക്കൾ എങ്ങോട്ട് പോകും? സ്വർഗത്തിൽ പോവുകയില്ല, പാതാളത്തിലേ പോവുകയുള്ളൂ. യാക്കോബ്, പൂർവ്വപിതാവായ യാക്കോബ് തന്റെ മകനായ ജോസഫ് നഷ്ടമായി എന്ന് മനസ്സിലായിട്ട് രക്തത്തിൽ കുളിച്ച ഉടുപ്പുമായിട്ട് അവന്റെ സഹോദരന്മാർ വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: നിങ്ങൾ എന്നെ സമാധാനത്തിൽ പാതാളത്തിലേക്ക് വിട്ടയക്കുകയില്ലേ? അതായത് യേശു ക്രിസ്തു വരെ ഒറ്റ വ്യക്തി പോലും സ്വർഗത്തിൽ പോയി എന്ന് ബൈബിൾ പറയുന്നില്ല. മോശയും ഏലിയയും അല്ലാതെ, ബാക്കിയെല്ലാവരും ഹെനോക്കുമല്ലാതെ ബാക്കിയെല്ലാവരും തന്നെ പോകുന്നത് എങ്ങോട്ടാണ്? പാതാളത്തിലേക്ക്. അതാണ് പറഞ്ഞത്, അബ്രാഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക്. അതാണ് അബ്രാഹത്തിന്റെ പണി. അപ്പോൾ എന്ത് സംഭവിച്ചപ്പോഴോട് പറയാൻ പോകുന്ന വിഷയം ഇതാണ്: മരണം കടന്നു വന്നു, ജീവന്റെ വൃക്ഷത്തിന്റെ പഴം നഷ്ടപ്പെട്ടു പോയി. ഒന്നാമത്തെ നഷ്ടം വിശുദ്ധിയുടെ വസ്ത്രം. രണ്ടാമത്തെ നഷ്ടം, ഞങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് വിചാരിക്കുന്നത്, ഒന്നാമത്തെ നഷ്ടം വിശുദ്ധിയുടെ വസ്ത്രം, രണ്ടാമത്തെ നഷ്ടം പരിശുദ്ധാത്മാവ്, മൂന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത് ജീവന്റെ വൃക്ഷത്തിന്റെ പഴം. ഇനി നാലാമത്തെ നഷ്ടം കാണുകയാ. പാപം വരുന്നത് വരെ ആദം ഹവ്വ ഇങ്ങനെ പറഞ്ഞു: നിന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. പാപം അവർക്കിടയിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആദം ഇങ്ങനെ പറഞ്ഞു: നീ എനിക്ക് കൂട്ടിന് തന്നു, സ്ത്രീ എന്നെ പറ്റിക്കാൻ തന്നു. അതായത് മനുഷ്യബന്ധങ്ങളിൽ വിള്ളൽ, അതായത് വിവാഹ ബന്ധത്തിലെ വിള്ളൽ. ഇതാണ് നാലാമതോട് കാണുകയാണ്. വിവാഹ ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ കുറ്റപ്പെടുത്തൽ സംഭവിക്കുകയാണ്. ഒരുവൻ മറ്റൊരുവൻ ഭരിക്കാൻ, പുരുഷ സ്ത്രീയെ ഭരിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഒന്നാമത്തെ നഷ്ടം വിശുദ്ധിയുടെ വസ്ത്രം, രണ്ടാമത്തെ നഷ്ടം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്, മൂന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത് ജീവന്റെ വൃക്ഷത്തിന്റെ പഴം, നാലാമത്തെ നഷ്ടം എന്ന് പറയുന്നത് വിവാഹ ബന്ധത്തിലെ വിള്ളൽ. ഇനി അവന്റെ ജീവിതത്തിലേക്ക് എന്തൊക്കെ കയറി വന്നു? പാപം കടന്നു വന്നു, ശാപം കടന്നു വന്നു, രോഗം കടന്നു വന്നു, മരണം കടന്നു വന്നു. ഇത്രയും കാര്യങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക്, ഒരു മനുഷ്യനെ കടന്നു വന്നതാണ്. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പാപം, ശാപം, രോഗം, മരണം എന്നിവയെ നീക്കിക്കളയുന്നതും, എന്റെ സൗഭാഗ്യങ്ങൾ. എന്താണ് എന്റെ സൗഭാഗ്യങ്ങൾ? വിശുദ്ധിയുടെ വസ്ത്രം, 2 പരിശുദ്ധാത്മാവ്, 3 വിവാഹബന്ധത്തിൽ വിള്ളൽ, 4 ജീവനവൃക്ഷത്തിന്റെ പഴം. ഇവയുടെ നഷ്ടങ്ങളെയും തിരിച്ചു തരുന്നതാണ് രക്ഷകന്റെ ജോലി. അപ്പോൾ അവർക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്തു, ആ രക്ഷകൻ അത് തിരിച്ചു തരും. ഇതാണ് യേശുക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ച് രക്ഷ. കൊല്ലം മുമ്പാണ് യേശു കുരിശിൽ തൂങ്ങി മരിച്ചത്, ഇപ്പോഴൊന്നുമല്ലല്ലോ. അപ്പോൾ 2000 കൊല്ലം മുമ്പ് യേശുക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ചെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ ഇല്ലാതിരിക്കെ പിന്നെ എങ്ങനെയാണ് നമുക്കതിൻ്റെ കൃപാവരം ലഭിക്കുക? ഇത് കർത്താവെന്നറിയാം. അതുകൊണ്ട് കർത്താവ് സ്ഥാപിച്ചതാണ് കൂദാശകൾ. കർത്താവിനറിയാം എനിക്കും നിങ്ങൾക്കും. യേശുക്രിസ്തു ഇങ്ങനെയാണ്, യേശുക്രിസ്തു കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ച്. ഇപ്പൊ നമ്മൾക്ക് ആർക്കും വേദനയൊന്നും ഉണ്ടാവില്ല, കൂദാശ നിർബന്ധം ഉണ്ടാവില്ല. പക്ഷെ യേശുക്രിസ്തു ഒരു കുരിശിൽ മരിച്ചു കഴിഞ്ഞാൽ ആ മരണത്തിന്റെ മുഴുവൻ യോഗ്യതയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കണമെന്ന് എനിക്കും നിങ്ങൾക്കും നിർബന്ധമില്ലെങ്കിലും യേശുക്രിസ്തുവിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു ആ കൃപാവരത്തിന്റെ അടയാളങ്ങളെ പൂർണ്ണമായും ശിഷ്യരെ ഭരമേൽപ്പിച്ചു. ഞാൻ ഈ പറഞ്ഞ പദം കേൾക്കണം, ഭരമേൽപ്പിച്ചു. ശിഷ്യർ ആ ഭരമേൽപ്പിച്ച ആ ശുശ്രൂഷ അനുസ്യൂതം ഇന്ന് അവരുടെ ശിഷ്യന്മാരിലൂടെ തുടരുന്നു.
അപ്പോ എനിക്ക് നിങ്ങൾക്കും നിർബന്ധമില്ലെങ്കിലും നാം ഓരോരുത്തരും ഈ രക്ഷപൂർണമായി അനുഭവിക്കണമെന്ന് നിർബന്ധം യേശുക്രിസ്തുവിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും വീട്ടിലൊരു പുസ്തകം സഭ നമുക്ക് വേണ്ടി തന്നേൽപ്പിച്ചത്. യേശുക്രിസ്തുവിന് നിർബന്ധമുണ്ട്, യേശുക്രിസ്തു അത് നിർബന്ധമായും സഭയ്ക്ക് കൈമാറി. സഭ അതുകൊണ്ട് നമുക്ക് നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ രക്ഷ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു പുസ്തകം നമുക്ക് നൽകി. ആ പുസ്തകം ഏതാണെന്ന് ആർക്കെങ്കിലും പറയാമോ? വിശുദ്ധ ഗ്രന്ഥം. വിശുദ്ധ ഗ്രന്ഥമല്ല. ഏതെങ്കിലും പറയാനുണ്ടോ? ഏതാണ്? ആരൊന്നും പറയുന്നില്ല. അങ്ങനെ സഭ നമുക്ക് തന്ന ഒരു നിർബന്ധമായും കുദാശകൾ സ്വീകരിക്കണമെന്ന് ഉറപ്പുവരുത്തുന്ന പുസ്തകമാണ് കുടുംബ കാർഡ്. നിലവിൽ കുടുംബ കാർഡ് ഉണ്ടോ? മനസ്സിലായോ? അപ്പൊ അതില് മാമോയിസ് സ്വീകരിച്ചിട്ടുണ്ടോ? ഉറപ്പുവരുത്തി സഭ. സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നുണ്ടോ? ഉറപ്പുവരുത്തുന്നു. അതുപോലെ കുർബാന സ്വീകരിക്കുന്നുണ്ടോ? ഉറപ്പുവരുത്തുന്നു. കുംഭസാരം ലഭിക്കുന്നുണ്ടോ? ഉറപ്പുവരുത്തുന്നു. നമുക്കാർക്കും നിർബന്ധമില്ലെങ്കിലും സഭയ്ക്കത് നിർബന്ധമാണ്. കാരണം യേശു ക്രിസ്തുവാണ് സഭയെ അത് പരമേൽപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുന്ന കുദാശകൾ വളരെ വ്യക്തമായി മാർക്ക് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുകൂടെ പറയാമോ? താങ്ക് യു ബ്രദർ. അതായത് നമുക്ക് കുദാശകളിലൂടെയാണ് രക്ഷ ലഭിക്കുന്നത്. അത് കുദാശകളിലൂടെ രക്ഷ ലഭിക്കണമെന്ന് നമുക്കാർക്കും നിർബന്ധമില്ലെങ്കിലും സഭയെ യേശുക്രിസ്തു ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഭാ മക്കൾക്ക് ഈ കുദാശകൾ പൂർണ്ണമായി നൽകിയിരിക്കണം. പ്രത്യേകിച്ച് പ്രാരംഭ കുദാശകൾ പൂർണ്ണമായി നൽകിയിരിക്കണം. അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സഭ നമുക്ക് വേണ്ടി വ്യക്തമായി രജിസ്റ്റർ കീപ്പ് ചെയ്യും ഓരോ വ്യക്തിക്ക് വേണ്ടി. കാരണം അത് സഭയെ ഭരമേൽപ്പിച്ചത് ക്രിസ്തുവാണ്. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ പുസ്തകമാണ് കുടുംബക്കാരുടെ. എല്ലാ വർഷവും കുമ്പസാരിച്ചിട്ടുണ്ടോ? എല്ലാ വർഷവും കുർബാന സ്വീകരിക്കുന്നുണ്ടോ? എല്ലാ മാമോയിസ് സ്വീകരിക്കുന്നുണ്ടോ? സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നുണ്ടോ? എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായ രേഖ സഭ കീപ്പ് ചെയ്യും. കാരണം കുദാശകളിലൂടെയാണ് രക്ഷ കടന്നു വരുന്നത് എന്ന് സഭയ്ക്കറിയാം. ക്രിസ്തു അത് വ്യക്തമായി സഭയെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ക്ലിയറായോ? ഓക്കെ. ആർക്കെങ്കിലും ഈ പറഞ്ഞ വിഷയങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് ഓരോ കുദാശകളായിട്ട് കടന്നില്ല. ഈശോയാണ് സഭയെ ഈ കൂദാശകൾ ഏൽപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെ അതിനെ പ്രൂവ് ചെയ്യുന്ന? അതെങ്ങനെ? അതെന്തിനാ ബേസിലാ അങ്ങനെ പറയുന്നത്? ഓക്കെ. ഒന്നാമത് ഭരമേൽപ്പിച്ചു എന്ന പദം നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ കുർബാനയെ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുന്നത്. 1 കൊരിന്തോസ് 11-23 വാക്യം. കുംഭസാരം ഭരമേൽപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാൻ കുദാശ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഓരോന്നോരോന്നെടുത്ത് പറഞ്ഞുതരാം. മാമോയിസ കൽപ്പിച്ചതാണ് സ്നാനം കൊടുക്കുവാനായിട്ട്. സ്ഥൈര്യലേപനവും അതുപോലെ തന്നെ ശിഷ്യന്മാർക്ക് കൽപ്പിച്ചാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കുദാശകളെയും സ്ഥാപിച്ചതും ഇവർ അത് പിന്തുടരുന്നത്, അപ്പോസ്തലന്മാർ പിന്തുടരുന്നതും കുദാശകളുടെയാണ്. ഇതില് വിവാഹം മാത്രമാണ് ആദിയിൽ ഉണ്ടായിരുന്നതും അതുപോലെ യേശുക്രിസ്തു പുനഃക്രമീകരിച്ചതും. ആദിയിൽ ഉണ്ടായിരുന്ന വിവാഹം എന്തായിരുന്നു? ഒരു പുരുഷന് ഒരു സ്ത്രീ. ആ വിവാഹത്തെ പുനഃക്രമീകരിച്ചു യേശുക്രിസ്തു. വിവാഹം ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ആദിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ സമൂഹത്തിൽ കടന്നു സംഭവിച്ചു? ഒരു പുരുഷന് അനേകം സ്ത്രീകൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അനേകം പുരുഷന്മാർ എന്ന രീതിയിലേക്ക് സമൂഹം മാറ്റി. മറ്റു മതങ്ങളിലെല്ലാം അത് മാറ്റം വരുത്തി. യേശുക്രിസ്തു അത് റീക്രിയേറ്റ് ചെയ്തു. ആദിയിൽ ഒരു പുരുഷന് സ്ത്രീയേയുള്ളൂ. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും, അവർ ഒറ്റ ശരീരമായിരിക്കും. ഇതാണ് യേശുക്രിസ്തുവിന്റെ പ്രബോധനം. അപ്പൊ നമ്മൾ പഴയ നിയമത്തിൽ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മണവാട്ടി നീ നിന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മറന്നു കളയുക, അപ്പോൾ മണവാളൻ നിന്നോട് ചേരും.
ഇതാണ് സങ്കീർത്തകൻ വിവാഹത്തെ കുറിച്ച് പറയുന്നത്. നമ്മുടെ വിവാഹത്തിന് പള്ളിയിൽ പാടുന്ന സങ്കീർത്തനത്തിൽ അതുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ അത് റീക്രിയേറ്റ് ചെയ്യണം യേശു ക്രിസ്തു. അങ്ങനെയല്ല, മണവാട്ടി മാതാപിതാക്കളെ വിട്ട് ഭർത്താവിന് ചേരലും മാത്രമല്ല, അത് വിവാഹത്തിൽ ചേർന്നോട്ടെ, അത് മാത്രം ചേർന്നാൽ പോരാ, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇരുവരും ഒറ്റ ശരീരമായിരിക്കും. അപ്പൊ പുരുഷനും ഒരു സ്ത്രീ, ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി ചേർന്നത് ഒറ്റ ശരീരമാകുന്ന പ്രക്രിയയാണ് വിവാഹം എന്നുള്ള ആ റീക്രിയേഷൻ, ഒരു പുനരവതരണ വിവാഹത്തെ കുറിച്ച്. അത് ആദിയിൽ അങ്ങനെയായിരുന്നു എന്ന് പറയുന്നത്. ആദിയിൽ അങ്ങനെ തന്നെ പറയുന്നത്, പുരുഷ മാതാപിതാക്കളുടെ സ്ത്രീയോട് ചേരുന്ന ഉൽപ്പത്തിയിലെ വാക്യമാണ് യേശു എടുത്ത് കടങ്ങളുള്ളത്. അത് പുനഃസ്ഥാപിക്കുന്ന ക്രിസ്തുവാണ്. അവന് വിവാഹം യേശു ക്രിസ്തു സ്ഥാപിച്ചെന്ന് പറയാൻ കാരണം. അപ്പൊ ഈ കുദാശകളെല്ലാം ക്രിസ്തുവിലൂടെ സ്ഥാപിതമാണ്. പിന്നെ കുദാശനെ പറ്റി പറയുമ്പോൾ ഓരോന്നും എങ്ങനെയാണ് സ്ഥാപിച്ചത് എടുത്തെടുത്ത് പറയാം. ഓക്കെ. ഉൽപ്പത്തി 2-ാം അധ്യായം 24-ാം വാക്യം, അതിനാൽ പുരുഷൻ മാതാപിതാക്കളോട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായിരിക്കും എന്ന വാക്യം കാണാൻ സാധിക്കുക. ഇപ്പൊ നമ്മൾ 10 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്നേ ഉള്ളൂ. അന്യന്റെ ഭർത്താവിനെ മോഹിക്കരുതെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്താ കാണാൻ സാധിക്കാത്തത്? അന്യന്റെ ഭർത്താവിനെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മോഹിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ മോഹിക്കാം എന്ന് പറയുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കന്യകയായ ഒരു പെൺകുട്ടി അവൾക്ക് വേറെ ഭാര്യയുള്ള ഭർത്താവിനെ മോഹിക്കാം. കാരണം ബഹുഭാര്യത്വമുണ്ട്. വേറെ വേറൊരു സ്ത്രീയുടെ ഭർത്താവിനെ ഒരു കന്യകയായ സ്ത്രീക്ക് മോഹിച്ചിട്ട് അവനെ കല്യാണം കഴിക്കാം, രണ്ടാമത്തെ ഭാര്യയാവാം. അപ്പൊ അന്യന്റെ ഭർത്താവിനെ മോഹിക്കരുതെന്ന് ബൈബിളിൽ പഴയ നിയമത്തിൽ നമുക്ക് നിയമം കാണാൻ സാധിക്കില്ല. യേശു ക്രിസ്തുവാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീ മതി എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാക്കിയത്, ഒറ്റ ശരീരമാകുന്ന നിയമം ഉണ്ടാക്കിയത്. അതോടുകൂടിയാണ് അന്യന്റെ ഭർത്താവിനെ മോഹിക്കരുത് എന്നുള്ള നിയമം സഭയ്ക്ക് കടന്നു വരുന്നത്. വിവാഹം ആരാണ് സ്ഥാപിച്ചത്? ക്രിസ്തുവാണ്. ഓക്കെ, ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മാമോദിസയിലേക്ക് പോകാം. ഓക്കെ ബ്രദർ, എന്നാ ആദ്യത്തെ കുദാശയിലോട്ട് പോകാം. അപ്പൊ കുദാശകൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? കുദാശകൾ നമുക്ക് ലഭിക്കുന്നത് കൃപാവരമാണ്. ഇത് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ വചനം പറഞ്ഞുതരാം. യോഹന്നാന്റെ സുവിശേഷത്തിലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പദങ്ങളാണ് അതൊക്കെ. കൃപാവരം യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, വചനമാംസമായി നമ്മളിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞ പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം, കൃപ. ഇനി 16-ാം വാക്യം, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. 16-ാം വാക്യം. 17-ാം വാക്യം, എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ കൃപ എന്ന പദം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ കൃപ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക ദയ എന്ന അർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ ബൈബിളിലെ കൃപ എന്നുള്ള വാക്കിനർത്ഥം ദയ എന്നല്ല. നമ്മൾ മനസ്സിലാക്കണം. കൃപ എന്ന വാക്കിന്റെ അർത്ഥം കരുണ എന്നല്ല. പലപ്പോഴും കൃപ എന്ന വാക്കിന് ദയ എന്നതിനോടും കരുണ എന്നതിനോടും നമ്മൾ പറയാറുണ്ട്. എന്നാൽ കൃപ എന്ന വാക്ക് ദയയല്ല, കരുണയല്ല. കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും പ്രസാദപരാവസ്ഥ. മറ്റൊരു പദം ദൈവിക ജീവൻ. ഇതിന് പറയുന്ന വാക്കാണ് ബൈബിളിലെ കൃപാവരം, കൃപ. എന്താണ് കൃപ? കൃപ എന്താണെന്ന് അറിയണമെങ്കിൽ നിയമവും കൃപയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു അപ്പന് 2 മക്കളുണ്ട്, മൂത്ത മകനും രണ്ടാമത്തെ മകനും. മൂത്ത മകന്റെ പ്രത്യേകത, അവന് അപ്പനോട് നല്ല സ്നേഹമാണ്. അതുകൊണ്ട് അപ്പൻ എന്തു മനസ്സിൽ വിചാരിക്കുന്നുവോ അത് അവന് ചെയ്യാൻ പറ്റും. അപ്പൻ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. അപ്പൊ അപ്പൻ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ അവൻ ചിത്രം വരയ്ക്കും. അപ്പൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനത് അപ്പൻ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി ചെയ്യാനായിട്ട്. സഹോദര ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. അപ്പോ അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ മകൻ ഇളയവൻ എന്ത് ചെയ്താലും പ്രശ്നമാണ്. അവൻ അപ്പൻ എന്താ പറയണ ഉദ്ദേശിക്കുന്നത് ഒന്നും മനസ്സിലാവില്ല.
അപ്പനൊരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ അവൻ വരയ്ക്കുന്ന ചിത്രം അശ്ലീല ചിത്രമായിരിക്കും. അല്ലെങ്കിൽ അപ്പൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവൻ ചെയ്യുന്നത് തലതിരിഞ്ഞിട്ടായിരിക്കും. എങ്ങനെ ചെയ്താലും എന്ത് ചെയ്താലും ശരിയാവുന്നില്ല. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ ലാസ്റ്റ് അവൻ മനസ്സിലായി, അവൻ പറഞ്ഞതൊന്നും അപ്പന് ഇഷ്ടാവുന്നില്ല. അവൻ അപ്പന്റെ ഇത് പുറത്താണ്. ചേട്ടനെ മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പന്. കാരണം അപ്പം എന്ത് പറഞ്ഞാലും ചേട്ടൻ ചെയ്തൊക്കെ ശരിയാണ്, ഞാൻ ചെയ്തൊക്കെ തെറ്റാണ്. അപ്പൊ അവൻ ലാസ്റ്റ് അപ്പനെടുത്ത് എന്ന് പറഞ്ഞു, അപ്പനൊരു കാര്യം പറയും. അപ്പനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ തെറ്റായിരുന്നു. പിന്നെ അപ്പന് ഇഷ്ടാവില്ല. അതുകൊണ്ട് അപ്പനെനിക്ക് കാര്യം ചെയ്തു തരണം. ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വള്ളി പുള്ളി തെറ്റാതെ ഒന്ന് എഴുതി തന്നെ. ആ എഴുതി എന്ന പോലെ ഞാൻ ജീവിച്ചോളാം. പ്രശ്നം തന്നില്ലേ? കൊള്ളാം. അപ്പൊ അപ്പന് തോന്നി ശരിയാന്നായിക്കോട്ടെ. അപ്പൊ ഞാൻ നിനക്ക് പറ്റാത്തത് കൊണ്ടല്ലേ, നിനക്ക് സ്വതവേ ചേട്ടനെ പോലെ മനസ്സറിഞ്ഞ് സ്നേഹം കാരണം മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ, ഞാൻ നിനക്ക് കാര്യം ചെയ്തു തരാം. നിനക്ക് എങ്ങനെയാണ് അപ്പന്റെ മുമ്പിൽ ജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിയമം എഴുതി തരാം എന്ന് പറഞ്ഞ് അവന് നിയമങ്ങൾ എഴുതി കൊടുത്തു. അപ്പൊ നിയമം എഴുതി കൊടുത്തിട്ട് അവന് കയ്യിൽ കിട്ടിയപ്പോൾ സന്തോഷമായി. അവൻ ആ നിയമങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ അതുപോലെ ജീവിക്കാൻ തുടങ്ങി. അവൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അപ്പന്റെ നല്ല മകനായി മാറാൻ തുടങ്ങി. ആ നിയമം അനുസരിച്ച് അപ്പനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അതാണ് മോശ വഴി നിയമം ഉണ്ടായി എന്നതിന്റെ അർത്ഥം. എന്നാൽ മൂത്ത മകനെ സംബന്ധിച്ചിടത്തോളം നിയമം ആവശ്യമുണ്ടോ? നിയമം ആവശ്യമില്ല. കാരണം എന്താ? അവന് നിയമത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ അപ്പൻ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതവന് വളരെ വ്യക്തമാണ്. അവൻ അതുപോലെ ചെയ്യൂ. അപ്പം വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് അവൻ പോവാറില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്? അവന് അപ്പനുമായൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ നിന്ന് അപ്പന്റെ മനസ്സ് അവന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവൻ അത് ചെയ്യാൻ ഇഷ്ടമുള്ളൂ. ആ ബന്ധത്തെയും ആ ചെയ്യാനുള്ള ഇഷ്ടത്തെയും പറയുന്ന പേരാണ് കൃപ. അവന് നിയമം ആവശ്യമില്ല. പക്ഷെ നിയമം എന്താവശ്യപ്പെടുന്നുവോ അതിലധികം അവൻ കൃപ വഴി ചെയ്യുന്നു. അതാണ് പ്രത്യേകത. അപ്പൊ അതിന് 2 ഉദാഹരണം എടുക്കാൻ പോവുകയാണ്. കൊല്ലരുതെന്ന് നിയമം കിട്ടി കഴിഞ്ഞപ്പോൾ കൊല്ലാതെ ജീവിച്ചുകൊണ്ട് ഇളയവൻ അപ്പന് പ്രിയപ്പെട്ടവനായി. എന്നാൽ കൊല്ലരുതെന്ന നിയമത്തിനേക്കാൾ ഉപരി ഒരുവനെ വെറുക്കരുതെന്ന് കൂടി നിയമമുള്ളത് കൊണ്ട് അപരനെ തന്നെ ദേഷിക്കുന്നവരോട് പോലും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മൂത്തവൻ അപ്പൻ വളരെയധികം സ്വീകാര്യനായി. പക്ഷെ നിയമത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല മറ്റൊരുവനെ അപരനെ അത്രയും സ്നേഹിക്കണമെന്ന്. കാരണം കൊല്ലരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇളയവൻ എന്ത് ചെയ്യുന്നുള്ളൂ? നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോ അവൻ ഇടർച്ച ഉണ്ടാക്കുന്നില്ല. പക്ഷെ മൂത്തവൻ അതിനേക്കാൾ അധികം ചെയ്യുന്നു. ഇതാണ് ഈ നിയമവും കൃപയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതിന്റെ ഒരു ഫോൾട്ട് വരുന്നത് എപ്പോഴാ? ഫോൾട്ട് വരുന്നത് നിയമം ഉപയോഗിച്ച് കൃപയെ ഭരിക്കാൻ തുടങ്ങുമ്പോഴാണ് കൃപയുള്ളവൻ ചിരിക്കുന്നതും നിയമമുള്ളവൻ നിയമം പാലിച്ചില്ലോ എന്ന് വാശി പിടിക്കുന്നതും. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പൻ ചിത്രം വരയ്ക്കരുത് എന്നൊരു നിയമം ഇളയവന് കൊടുത്തു. കാരണം അവൻ ചിത്രം വരച്ച അശ്ലീല ചിത്രം മാത്രമേ വരയ്ക്കുള്ളൂ. അപ്പൊ അപ്പൻ അവന് ഒരു നിയമം കൊടുത്തു, നീ ചിത്രം വരയ്ക്കരുതടാ, ചിത്രം വരയ്ക്കരുത്. അപ്പൊ അവന്റെ നിയമം ഏതാണ്? ചിത്രം വരയ്ക്കരുത്. കാരണം ചിത്രം വരച്ച അവൻ വരയ്ക്കുന്ന ചിത്രം മുഴുവൻ മോശമായിരിക്കും. എന്നാൽ മൂത്തവന് കൃപയുള്ളത് കൊണ്ട് അവൻ നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നു. ഈ ചിത്രം വരയ്ക്കുന്നത് കാണുമ്പോൾ ഇളയവൻ വന്നിട്ട് പറയുകയാണ്, ചേട്ടൻ എന്ത് പണിയെ കാണിക്കുന്നത്? ചിത്രം വരയ്ക്കരുതെന്ന് അപ്പം പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ചേട്ടൻ ചിത്രം വരയ്ക്കുന്നത്? അപ്പോൾ മൂത്തവൻ പറയുകയാണ്, എടാ പൊട്ട ചിത്രം വരയ്ക്കരുതെന്നുള്ളൂ, നല്ല ചിത്രം വരയ്ക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇളയവൻ പറയുന്നു, അല്ല, നിയമം പാലിക്കണം, ചിത്രം വരയ്ക്കരുതെന്ന് കർത്താവിന്റെ കൽപ്പനയുണ്ട്, അപ്പന്റെ കൽപ്പനയുണ്ട്, അതുകൊണ്ട് ചിത്രം ഞാൻ വരയ്ക്കുകയില്ല. ചേട്ടൻ വരയ്ക്കുന്നത് ശിക്ഷാർഹമാണ്, അപ്പന് നിന്ന് ശിക്ഷ ലഭിക്കും. ഇങ്ങനെ പറയുക. പക്ഷെ ഈ മൂത്ത മകൻ ദൈവത്തിന്റെ അപ്പന്റെ സന്നിധിയിലേക്ക് പോയി കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുമോ? ലഭിക്കില്ല. ഞാനിത് എന്തിനാന്നല്ലോ ഇത് പറഞ്ഞത്? ഇത് വിഗ്രഹാരാധനയിലേക്ക് ഒന്ന് കണക്ട് ചെയ്താൽ മതി, അത് കറക്റ്റ് ക്ലിയർ ആവും. ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ കാരണം എന്താ? അവൻ ഉണ്ടാക്കുന്ന രൂപങ്ങൾ മുഴുവൻ വികൃതമായ രൂപങ്ങളായിരിക്കും. ദൈവത്തിന്റെ സങ്കല്പത്തിൽ ഒന്നും ആയിരിക്കില്ല. എന്നാൽ ദൈവത്തിന് കൃപ ലഭിച്ചവൻ ക്രിസ്തുവിനെ രൂപമായി വന്നവനെ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അവന് കൃപയുണ്ട്, അവനറിയാം പാപം എന്താണെന്നുള്ള കാര്യം.
ഇതുപോലെ ഓരോ പാപങ്ങളിലും നിയമവും കൃപയും ഉണ്ട്. ഇപ്പൊ നിയമം മോശ വഴി ഉണ്ടായെങ്കിൽ അതിന് അപ്പുറത്തേക്കാണ് കൃപ. അത് ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അത് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ സ്നാനം സ്വീകരിക്കണം. സ്നാനം സ്വീകരിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. വിശ്വാസം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കേൾക്കണം. കേൾവി ഉണ്ടാവണമെങ്കിൽ പ്രസംഗിക്കണം. പ്രസംഗിക്കണമെങ്കിൽ അയക്കപ്പെടണം. അയക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ്. ഇതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 10-ാം അധ്യായത്തിലാണ് എൻ്റെ ഓർമ്മ പറയുന്നത്. എന്താ പറയുന്നത്? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ അതെങ്ങനെ പോകുന്നത്? വിശ്വസിക്കുന്നവരാണ് സ്നാനം ലഭിക്കേണ്ടത്. അപ്പൊ എന്തിനാണ് നമ്മൾ കുദാശകളിലേക്ക് പോകുന്നത്? അതാണ് ഞാൻ പറയുന്നത്. കുദാശകൾ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് കൃപാവരം നൽകുന്നതാണ്, നിയമാനുഷ്ഠാനമല്ല. ഇത് വളരെ വ്യക്തമാക്കണം. ഈ കൃപാവരം ലഭിക്കുന്നതിന് ഇപ്പൊ എന്തിനാണ് എഫെസോസ് 2:8 വിശ്വാസം വഴി കൃപയാലാണല്ലോ നാം രക്ഷിക്കപ്പെട്ടത്. അപ്പൊ രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? കൃപ വേണം. ഇത് നമ്മളാരും നമ്മുടെ അധ്വാനം കൊണ്ട് നേടിയെടുത്തതല്ല. അത് പ്രവൃത്തികൾ വഴിയല്ല. പിന്നെ എങ്ങനെയാണ്? അത് ക്രിസ്തുവിന്റെ ദാനമാണ്. യേശു കുരിശിൽ മരിച്ചത് കൊണ്ടാണ്. അതിന്റെ യോഗ്യതയാണ്. അതിലൂടെ നമ്മൾ എങ്ങനെ രക്ഷ പ്രാപിക്കും? നാം ഓരോരുത്തരും നമ്മൾ ചെയ്യാനിരിക്കുന്ന സൽപ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവരാണ്. സൽപ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പൊ യേശു ക്രിസ്തു രണ്ടാം വരവ് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന, ഞാൻ വിശക്കുന്നതിനായി വന്നു, നീ ഭക്ഷണം കഴിച്ച് തന്നുവോ? ദാഹിക്കുന്നതിനുമായി കുടിക്കാൻ തന്നുവോ എന്ന് ചോദിക്കുക. അതിനെ പറയുന്ന പേരാണ് സൽപ്രവർത്തികൾ. സൽപ്രവൃത്തി വേണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എൻ്റെ ഉള്ളിൽ കൃപ വേണം. എൻ്റെ ഉള്ളിൽ കൃപ വരണമെങ്കിൽ എന്ത് വേണം? എൻ്റെ ഉള്ളിൽ കൃപ വരണമെങ്കിൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ എന്ത് വേണം? ഞാൻ സ്നാനം ചെയ്യണം, അതായത് കുദാശ ചെയ്യപ്പെടണം. ഞാൻ സ്നാനം സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ വിശ്വസിക്കണം. വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ കേൾക്കണം. കേൾക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ അയക്കപ്പെടണം. പ്രസംഗിക്കണം. പ്രസംഗിക്കണമെങ്കിൽ അയക്കപ്പെടണം. അയക്കപ്പെടുന്നത് ആരാണ്? ക്രിസ്തുവാണ്. ഇതാണ് ഇതിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. 10-ാം അധ്യായം, റോമ 10-ാം അധ്യായത്തിൽ ഇത് കാണാൻ സാധിക്കും. 14 മുതൽ ഉള്ള വചനങ്ങളിൽ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ്? കുദാശകൾ എന്ന് പറയുന്നത് അതിലൂടെ നമുക്ക് രക്ഷ, കൃപാവരമാണ് ലഭിക്കുന്നത്. നമ്മുടെ ആത്മാവിന് ദൈവിക ജീവനാണ് ലഭിക്കുന്നത്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ യോഗ്യത മുഴുവൻ ക്രിസ്തുവിൽ നിന്നാണ് വരുന്നത്. യേശു ക്രിസ്തുവിൽ നിന്നാണ് അതിന്റെ യോഗ്യത. കുരിശു മരണത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ജലം, മാമോദീസ ജലം കടന്നു വരുന്നത് ക്രിസ്തുവിന്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന വെള്ളമാണ്. രക്തം, വിശുദ്ധ കുർബാന, വിശുദ്ധ കുർബാനയുടെ രക്തം, ശരീര രക്തങ്ങൾ കടന്നു വരുന്നത് ക്രിസ്തുവിന്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന രക്തമാണ്. സ്ഥൈര്യലേപനം, ആത്മാവ് എന്താണ്? ക്രിസ്തു തൻ്റെ ആത്മാവിനെ തലചായ്ച്ച് സമർപ്പിച്ചപ്പോഴാണ്, ആത്മാവിനെ സമർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ അതിലൂടെ നമുക്ക് തരുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായ 3 കുദാശകൾ: മാമോദിസ, സ്ഥൈര്യലേപനം, കുർബാന. ഇതിന്റെ മുഴുവൻ കലവറ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കുരിശ് മരണമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമ്മൾ ഇനി മാമോദിസയിലേക്ക് വരികയാണ്. മാമോദിസയിലൂടെ എന്ത് സംഭവിക്കുന്നു? മാമോദിസയിലൂടെ ക്രിസ്തുവിന്റെ രക്തം നമ്മെ കഴുകുന്നു. നമ്മെ കഴുകി വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്, പുനഃസൃഷ്ടിയാക്കുകയും ചെയ്യുന്നത്. ഇതിന് ഇപ്രകാരം പറയുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം. അതാണ് മാമോദിസയിലൂടെ സംഭവിക്കുന്നത്. മാമോദിസ സംഭവിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം. എന്താണ് ആ തിരുവചനം പറയുന്നത്? യേശു ക്രിസ്തു കൊണ്ട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്ന് പറയുന്നത്. ഇതിന് അഭിപ്രായം പറയാണ്. അതായത് യേശു ക്രിസ്തു കുരിശിൽ മരിക്കുന്നു, സംസ്കരിക്കപ്പെടുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതുപോലെ ഞാനും നിങ്ങളും മരിച്ച്, ജലത്തിൽ മരിച്ച്
അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുക, അതാണ് ജലത്തിൽ മുങ്ങി എഴുന്നേൽക്കുക, അതാണ് ഈ സ്നാനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു എങ്ങനെ മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തുവോ ഇതിന്റെ പ്രതീകമായി അടയാളമായിട്ടാണ് മാമോദീസായിലൂടെ നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത്. വെള്ളത്തിൽ മുങ്ങിപ്പോകുക എന്ന് പറയാൻ കാരണം 3 തരത്തിലാണ് സ്നാനം നൽകുന്നത്. ഒന്ന്, വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയിട്ട് പിന്നെ ജലം തലയിലൂടെ ഒഴിച്ചിട്ട്. ഇത് AD 150 75-നും 150-നും ഇടയിൽ എഴുതപ്പെട്ട പുസ്തകം ഡിഡാക്കയിൽ എങ്ങനെയാണ് 1-ാം നൂറ്റാണ്ടിൽ മാമോദീസ നൽകിയിരുന്നത് എന്നുള്ളതിന്റെ ഒരു എഴുത്തുണ്ട്. ഒഴുകുന്ന ജലമായിരിക്കണം, അത് പ്രധാനപ്പെട്ട. കെട്ടിക്കിടക്കുന്ന വെള്ളമാകരുത്, ഒഴുകുന്ന ജലമായിരിക്കണം. നമ്മുടെ മാമോദീസ തൊട്ടിലൊന്നും വെള്ളം കെട്ടി നിർത്താറില്ലേ നമ്മൾ, അവരെന്താണ് ഒഴുകുന്ന ജലമായിരിക്കും. വെള്ളമെടുത്ത് ഒഴിക്കും, ഒഴുകുന്ന ജലം. ഒന്നുകിൽ തലയിലൂടെ ഒഴുക്കണം, അല്ലെങ്കിൽ ഒഴുകുന്ന നദിയിൽ മുക്കി എഴുന്നേൽപ്പിക്കണം, അതും അല്ലെങ്കിൽ 3-ാമത് ജലം തെളിക്കുക എന്നാണ് സംഭവം. ഇങ്ങനെ 3 രീതിയിലാണ് അതിൽ പറയുന്നത് മാമോദീസയുടെ രീതി. മാമോദീസ എന്തിനുദ്ദേശിക്കുന്നു? ഭൗതികമായിട്ട് ഇങ്ങനെയാണെങ്കിൽ അത് അടയാളം മാത്രമാണ്, ശരീരത്തിൽ കാണിക്കുന്ന അടയാളം മാത്രമാണ് വെള്ളം ഒഴിക്കുന്നത്. ആത്മാവ് എന്ന് സംഭവിക്കുകയാണ്. ആത്മാവ് ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർന്ന് കുരിശും മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്യുകയാണ്. അതാണ് ആത്മാവിൽ സംഭവിക്കുന്ന അദൃശ്യമായ കൃപാവരം. ദൃശ്യമായ അടയാളം എന്താണ്? വെള്ളം ഒഴിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് ക്രിസ്തുവിന്റെ കുരിശിനോട് ഐക്യപ്പെടുത്തുകയാണ് മാമോദീസ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമായ യേശുവിന്റെ കുരിശുമരണത്തെ നമ്മൾ ഐക്യപ്പെടുന്നത് എപ്പോഴാണ്? മാമോദീസയിലൂടെയാണ്. ഇതാണ് എന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത പോയിന്റ്, മാമോദീസ എത്ര തരമുണ്ട്? ബൈബിളിൽ 2 തരം മാമോദീസയെ പറ്റി പറയുകയാണ്. ഒന്ന്, സ്നാപക യോഹന്നാന്റെ സ്നാനം. 2, യേശുക്രിസ്തു നൽകുന്ന സ്നാനം. എന്താണ് സ്നാപയോഹന്നാൻ നൽകുന്ന സ്നാനം? മാനസാന്തരത്തിന്റെ സ്നാനമാണ് സ്നാപയോഹന്നാൻ തരുന്നത്, യേശുവിന്റെ സ്നാനമല്ല. അത് സ്നാപയോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ജലത്താൽ സ്നാനം നൽകുന്നു, മാനസാന്തരപ്പെടുവിൻ. പിന്നെന്താ പറയുന്നത്? എന്റെ പിന്നാലെ വരുന്നവൻ എന്നൊക്കെ വലിയവനാണ്, അവൻ ജലത്താലും അഗ്നിയാലും പരിശുദ്ധാത്മാവിന്റെ സ്നാനം നൽകും. അപ്പോൾ പരിശുദ്ധാത്മാവുള്ള സ്നാനം എന്ന് പറയുന്നത്, ആത്മാവുള്ള ജലത്താലുള്ള സ്നാനം എന്ന് പറയുന്നത് സ്നാപയോഹന്നാന്റെ സ്നാനമല്ല. ഏത് സ്നാനമാണ് നൽകുന്നത്? ഓക്കെ, സ്നാപയോഹന്നാന്റെ സ്നാനമല്ല. ഏത് സ്നാനം നൽകുന്നത്? യേശുക്രിസ്തു നൽകുന്ന സ്നാനം. യേശുക്രിസ്തു സ്നാപയോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച സ്നാനമല്ല. യേശുക്രിസ്തു നൽകുന്ന സ്നാനം എന്ന് പറയുന്നത് ജലത്താൽ അഗ്നിയുള്ള സ്നാനമാണ്. അപ്പോൾ മാനസാന്തര സ്നാനമല്ല നമുക്ക് നൽകുന്നത്, ജലത്തുള്ള സ്നാനമാണ്, കുരിശുമരണത്തെ സ്നാനമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വചനം എഴുതി കാണിച്ചു, ലൂക്ക 12:50. എന്താ വചനത്തിന് അർത്ഥം എന്നറിയാമോ? ആ വചന പ്രകാരമാണ്, മാമോദീസ സ്നാപയോഹന്നാനിൽ നിന്ന് സ്വീകരിച്ച യേശുക്രിസ്തു, വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയ യേശുക്രിസ്തു. പക്ഷെ ലൂക്ക 12:50 പറയുകയാണ്, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് സ്വീകരിക്കുന്നവരെ ഞാൻ എത്ര ഞെരുങ്ങുന്നു. യേശു സ്വീകരിച്ച സ്നാനം എന്താണ്? യേശു സ്വീകരിച്ച സ്നാനം കുരിശുമരണമാണ്. അത് യേശു എങ്ങനെ സ്വീകരിച്ചത്? വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയിട്ടാണോ? അല്ല. യേശു എങ്ങനെ സ്വീകരിച്ചത്? കുരിശിൽ മരിച്ച് മണ്ണിനടിയിൽ പോയി ഉയർത്തെഴുന്നേറ്റിട്ട്. ഇതാണ് യേശു ക്രിസ്തുവിന്റെ സ്നാനം. ഈ സ്നാനത്തോട് ഐക്യപ്പെടാനാണ് റോമ 6:3 പറയുന്നത് പോലെ നാം ഓരോരുത്തരും സ്നാനം സ്വീകരിക്കുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, പല പെന്തക്കോസ്തക്കാരും പറയുന്ന ഒരു വിഷയമാണ്, വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയാൽ മാത്രമേ സ്നാനമാകുന്നുള്ളൂ. യേശുവിന്റെ യഥാർത്ഥ സ്നാനം എന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയിട്ടല്ല, രക്തത്തിൽ മുങ്ങി മണ്ണിനടിയിൽ പോയി കലറിൽ കിടന്ന് ഉയർത്തെഴുന്നേറ്റതാണ്. അപ്പോ ഇവര് പറയും മുങ്ങിപ്പൊങ്ങിയാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയല്ല. യേശു ക്രിസ്തു സ്വീകരിച്ച സ്നാനം സ്നാപയോഹന്നാന്റെ സ്നാനമല്ല യേശു സ്വീകരിച്ചത്. ഇപ്പൊ ഇനി മറ്റൊരു ഉദാഹരണം, അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? പൗലോസ്ലീഹ അവർ സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. അവർ പരിശുദ്ധാത്മാവിനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ല. അപ്പൊ ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് സ്നാനം സ്വീകരിച്ചത്? അപ്പൊ അവർ പറയുകയാണ്, ഞങ്ങൾ സ്വീകരിച്ച സ്നാനം സ്നാപയോഹന്നാനെയാണ്. സ്നാപയോഹന്നാൻ മാനസാന്തര സ്നാനമാണ് നൽകിയത്. അവൻ യേശു ക്രിസ്തുവിന്റെ സ്നാനത്തെ പറ്റി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ സ്നാനം നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് ബൈബിളിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം, സ്നാപയോഹന്നാന്റെ സ്നാനം, ഇങ്ങനെ 2 തരത്തിലുള്ള സ്നാനത്തെ കാണിക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും
യേശു ക്രിസ്തു സ്നാപയോഹന്നാണ് അനുതാപത്തിന്റെ സ്നാനം. സ്നാപയോഹന്നാന്റെ സ്നാനം എന്ന് പറയുന്നത് അനുതാപത്തിന്റെ സ്നാനമാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ വിചാരിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ചെയ്യുന്നത് പല ബന്ധുസാരി ചെയ്യുന്ന കാര്യമാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലല്ല സ്നാനം കൊടുക്കുക. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്നാനം നൽകുന്നു, അങ്ങനെ ഒരു സ്നാനം കൊടുക്കണം. എന്താ കാരണം? ബൈബിളിൽ അങ്ങനെയുള്ളൂ അത്ര കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം. എന്നാൽ ഇവിടെ ഭർത്താക്കൾ എന്ന് പറയുമ്പോൾ അപ്പസ്തോല പ്രവർത്തന കാലഘട്ടത്തില് സ്നാപയോഹന്നാന്റെ സ്നാനം കൊടുക്കുന്ന സ്നാപയോഹന്നാന്റെ ആൾക്കാരുണ്ട്. അപ്പൊ ആ സ്നാനമല്ല, സ്നാപകന്റെ ശിഷ്യന്മാരുണ്ട് അവിടെ, ആ സ്നാനമല്ല, ഇത് യേശു ക്രിസ്തുവിന്റെ സ്നാനമാണ് എന്നുള്ള അർത്ഥത്തിലാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ബൈബിളിൽ ഉപയോഗിച്ചത്. എങ്ങനെ കൊടുക്കണമെന്ന് മത്തായി ശ്ലീഹ പറയുന്നുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കണമെന്നാണ് ഈശോ സ്വർഗ്ഗാരോഹണ സമയത്ത് ശിഷ്യന്മാർക്ക് ഭരമേൽപ്പിക്കുന്നത്. അപ്പൊ നാമം എന്താണെന്ന് മനസ്സിലാക്കി. അടുത്തതാണ് സ്നാനം. എത്ര ടൈപ്പ് ഉണ്ട്? ബൈബിളിൽ 2 ടൈപ്പ് സ്നാനം പറ്റി പറഞ്ഞു. ഒന്ന് മാനസാന്തര സ്നാനം സ്നാപയോഹന്നാന്റെ, 2 യേശു ക്രിസ്തുവിന്റെ സ്നാനം. ഇനി ബൈബിളിൽ തന്നെ യേശു ക്രിസ്തുവിന്റെ സ്നാനത്തെ 3 ആക്കി തരം തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്നാനം ജലത്താലുള്ള സ്നാനം. എന്താ ജലത്താലുള്ള സ്നാനം? യേശു ക്രിസ്തു പറഞ്ഞതുപോലെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം നൽകുക. രണ്ടാമതൊരു സ്നാനമുണ്ട്, അത് രക്തസാക്ഷിത്വമാണ്. രക്തം കൊണ്ട് വസ്ത്രത്തെ കഴുകിയവർ എന്നാണ്. സ്വന്തം രക്തം കൊണ്ട് വസ്ത്രത്തെ കഴുകിയത് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ അതെന്ത് സ്നാനമാണ്? അതായത് മാമോസ് സ്വീകരിച്ചിട്ടില്ല, പക്ഷെ മാമോസ് സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവരെ കൊന്നുകളഞ്ഞു. യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അവർ മരിച്ചു, അവർ മരിക്കാൻ തയ്യാറായി. ആ സ്നാനമാണ് രക്തത്താലുള്ള സ്നാനം. അതിലൂടെ നേരിട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. മാമോദിസ തന്നെയാണത്. അതായത് ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് തന്നെയാണ്, രക്തത്താലാണ് ആ രക്തത്തോടുള്ളവർ ഐക്യപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് സ്നാനമാണ് ആഗ്രഹത്താലുള്ള സ്നാനം. എന്താ ആഗ്രഹത്താലുള്ള സ്നാനം? അതായത് മാമോയിസ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, മാമോയിസയ്ക്ക് വേണ്ടി ഒരുങ്ങി. ആദിമസഭയൊക്കെ ഒരുങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദിമസഭ പഠിച്ചൊരുങ്ങും, പെസഹാകാലമാകാൻ കാത്തിരിക്കും. പെസഹായുടെ അന്ന് ദുഃഖ ശനിയാഴ്ച, നമുക്ക് മാമോയിസയുടെ ഡേറ്റ് അന്നാണല്ലോ, ദുഃഖ ശനിയാഴ്ച മാമോയിസയുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. അന്ന് പഠിച്ചൊരുങ്ങിയ മാമോദിസാർത്ഥികൾ വന്ന് മാമോയിസ സ്വീകരിക്കും. എന്നൊക്കെ വലിയവരെ മാമോയിസ സ്വീകരിച്ചിരുന്നു, കാരണം മറ്റു മതങ്ങളിൽ നിന്ന് വരുന്നവർ. അപ്പൊ അവര് ദുഃഖ ശനിയാഴ്ച മാമോയിസ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു, അവർ മാമോയിസ സ്വീകരിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് അന്നാണ് അവർ മാമോയിസ. ഇന്നും ഫ്രാൻസിലൊക്കെ ഇങ്ങനത്തെ കത്തോലിക്ക മാമോയിസ സ്വീകരിക്കുന്ന സംഭവങ്ങളുണ്ട് കേട്ടോ. നിരീശ്വരവാദികളെ ജീവിച്ചിരുന്നവർ മാമോയിസ സ്വീകരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ മാമോയിസ സ്വീകരിക്കുന്ന കത്തോലിക്കരുടെ ആളുകളുണ്ട്. ഈ ദുഃഖ ശനിയാഴ്ച തന്നെ ഒരുങ്ങിയിട്ട് പഠിച്ചൊരുങ്ങി വന്നിട്ട്. അപ്പോൾ ഈ സ്നാനം ഈ ഇങ്ങനെ മാമോദിസയ്ക്ക് ആഗ്രഹിച്ച് മാമോദിസാർത്ഥികളായിരിക്കെ പെട്ടെന്ന് രോഗം വന്നവർ മരിച്ചുപോയി, മാമോദിസ സ്വീകരിച്ചില്ല. അപ്പൊ എന്ത് പറ്റും? അപ്പൊ അവർക്ക് വേണ്ടിയുള്ളതാണ് ആഗ്രഹത്താലുള്ള സ്നാനം. ഇതിന്റെ ഉറവിടം എന്ന് പറയുന്നത് 1 കൊരിന്തോസ് 15-ാം അധ്യായം 29-ാം വാക്യം. 1 കൊരിന്തോസ് 15-ാം അധ്യായം 29-ാം വാക്യം ഇങ്ങനെയാണ്: അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മരിച്ച ഉയർപ്പിക്കപ്പെടുന്നില്ല, മനുഷ്യർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം? ഇവിടെ വിഷയം ഇതാണ്. ഇങ്ങനെ മരിച്ചുപോയ രോഗികളായി മരിച്ചുപോയ സ്നാനം സ്വീകരിക്കുന്ന ആഗ്രഹിച്ച വ്യക്തികൾ മരിച്ചുപോയി. അപ്പൊ മരിച്ചവർക്ക് വേണ്ടിയിട്ട് കൊരിന്തോസ് സഭയിൽ എന്ത് ചെയ്യും? അവർ വേറെ ആൾക്കാര് അവർക്ക് വേണ്ടി അവരുടെ പേരിൽ സ്നാനം സ്വീകരിക്കും. ഇങ്ങനെ സ്നാനം സ്വീകരിക്കുന്നതിന് പറയുന്നതാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കൽ. മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് പിന്നീട് സഭ പറയുന്നത് ഞങ്ങൾ സ്നാനം സ്വീകരിക്കേണ്ട ആവശ്യമില്ല, മരിച്ചവർ ആഗ്രഹത്താലുള്ള സ്നാനം വഴി അവർ ആഗ്രഹിച്ചിരുന്നല്ലോ, അതാണ് ആഗ്രഹത്താലുള്ള സ്നാനം അവർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ 3 ടൈപ്പ് സ്നാനം പറഞ്ഞു. എന്താണ്? ആഗ്രഹത്താലുള്ള സ്നാനം, 2 രക്തത്താലുള്ള സ്നാനം, 3 ജലത്താലുള്ള സ്നാനം. ഇത്ര 3 ടൈപ്പ് സ്നാനം ഉണ്ട്. അതിന്റെ വചനങ്ങളും പറഞ്ഞു തന്നുണ്ടോ? അപ്പോ ഈ മരിച്ചവർക്ക് വേണ്ടി സ്നാനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. പലപ്പോഴും പല സഭകളിൽപ്പെട്ട ആളുകൾ പറയും നമ്മളോട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് പറയും. ഇവിടെ നോക്കൂ, മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന് പറയുന്നത്. ഇവിടെ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് ആദിമസഭയുടെ പ്രത്യേകത. അപ്പോൾ അത് കാരണം കൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിന്റെ സാക്രമെന്റാണ്, കുദാശയാണ് ജ്ഞാനസ്നാനം. കുദാശ സ്വീകരിക്കേണ്ടതില്ലെന്ന് സഭ ഔദ്യോഗികമായി പറഞ്ഞു. അപ്പൊ സാക്രമെന്റൽസ് എന്ന് പറഞ്ഞാൽ കൗദാശിക അനുകരണം, അതാണ്
അന്നാൻ വെള്ളം, മാമോദീസായുടെ കൗദാശിക അനുകരണമാണ് അന്നാൻ വെള്ളം തെളിക്കൽ. നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ മാമോദീസ ജലം അന്നാൻ വെള്ളം തലയിൽ നെറ്റിയിൽ കുറിച്ച് പറയുന്നത് സഭയിൽ നമ്മൾ അംഗമാക്കിയത് മാമോദീസയാണ്. അപ്പൊ അതാണ് സാക്രമെന്റൽ. അപ്പൊ അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അന്നാൻ വെള്ളം തെളിക്കുന്നത്. അവരുടെ മാമോദീസായുടെ അനുസ്മരണമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ 3 കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം സ്നാനത്തെ പറ്റി പറയാനുണ്ട്. ഇതാണ് വിശ്വാസ സ്നാനവും ശിശു സ്നാനവും. പല പെന്തക്കോസ്തുകാർ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സ്വീകരിക്കുന്നത് ശിശു സ്നാനമാണ്, ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് വിശ്വാസ സ്നാനമാണ്. അപ്പൊ നിങ്ങളുടെ സ്നാനം വാലിഡ് അല്ല, കാരണം നിങ്ങൾ വിശ്വസിച്ചിട്ട് ഏറ്റു പറഞ്ഞില്ല. ഞങ്ങൾ വിശ്വസിച്ചിട്ട് ഏറ്റു പറഞ്ഞു, ഞങ്ങളുടെ സ്നാനം വാലിഡ് ആണ്. അങ്ങനെ അവർ പറയാം. അപ്പൊ അവർ പറയാൻ കാരണം എന്താ? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തിട്ട് അങ്ങനെ സ്നാനം സ്വീകരിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലോ. ബൈബിൾ നോക്കിയപ്പോൾ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കണമെന്ന് പറയുന്നത്, എല്ലാവർക്കും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നത്. അപ്പൊ ചോദ്യം, നിങ്ങൾ കുട്ടികൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടാണോ സ്നാനം സ്വീകരിച്ചത്? അപ്പൊ ശിശു സ്നാനമാണ് സാധാരണ സഭകൾ ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യുന്നത് വിശ്വാസ സ്നാനമാണ്. അപ്പൊ അതാണ് ശരി എന്ന് പറയുന്ന വിഭാഗമുണ്ട്. പെന്തക്കോസ്തുകാർ എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്നത് അതാണ്. അതിനുവേണ്ടി അവർ ഉണ്ടാക്കിയിരിക്കുകയാണ് സ്നാനം 2 തരം, ഒന്ന് വിശ്വാസ സ്നാനം, 2 ശിശു സ്നാനം. പക്ഷെ അങ്ങനെ വ്യത്യസ്തമായി നമുക്കില്ല. കാരണം എന്താ? നമ്മൾ സ്വീകരിക്കുന്ന ശിശു സ്നാനം വിശ്വാസവും ഏറ്റു പറഞ്ഞിട്ടുള്ള സ്നാനമാണോ അല്ലയോ? നമ്മൾ സ്വീകരിച്ചിട്ട് ഉള്ള ശിശു സ്നാനം വിശ്വാസം ഏറ്റു പറഞ്ഞിട്ടുള്ള സ്നാനമാണ്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കും, പിശാചിനെ അവന്റെയും പ്രവൃത്തികൾ ഉപേക്ഷിക്കുന്നു. ഇനി വിശ്വസിക്കുന്നു. ഇത് വിശ്വസിക്കുന്നു. അങ്ങനെ 12 വിശ്വാസത്തെ 4-5 പാരഗ്രാഫാക്കിയിട്ട് വിശ്വസിക്കുന്നു ചോദിച്ച് വിശ്വാസം ഏറ്റു പറയിപ്പിച്ചിട്ടാണ് കുട്ടിക്ക് സ്നാനം കൊടുക്കുന്നത്. അപ്പൊ കുട്ടിക്ക് വേണ്ടി ആ വിശ്വാസം ഏറ്റു പറയുന്നത് ആരാണ്? കുട്ടിക്ക് വേണ്ടി വിശ്വാസം ഏറ്റു പറയുന്നത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയായിരിക്കും. മാതാപിതാക്കളുടെ വിശ്വാസത്തെയാണ് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഏറ്റു പറയിപ്പിക്കുന്നത്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ വിശ്വാസം ഏറ്റു പറയാൻ പാടുണ്ടോ? ചോദ്യം. അങ്ങനെ ബൈബിളിലുണ്ടോ? ഉണ്ടോ? ആ ബൈബിളിലുണ്ടോ? സംശയമായി. ബൈബിളിലേക്ക് നോക്കാം. കാനാൻകാരിയായ സ്ത്രീ തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ പുറത്താക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും പുറകെ പോകുന്നു. യേശു ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം ശിഷ്യന്മാർ ശല്യം സഹിക്കവെയാണ്ട് യേശുവിനോട് അപേക്ഷിക്കുന്നു. അപ്പോൾ യേശു തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇതാ നായ്ക്കൾ മേശപ്പുറത്തുനിന്ന് വീഴുന്ന അപ്പകഷ്ണം കൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ടല്ലോ. ഉടനെ യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം വലുതാണ്, അതുകൊണ്ട് നീ ആഗ്രഹിക്കും സംഭവിക്കട്ടെ. അപ്പൊ എന്ത് സംഭവിച്ചു? മകൾ സൗഖ്യം പ്രാപിച്ചു. പോയിന്റ് നമ്പർ 1, മകൾ വിശ്വാസം ഏറ്റു പറഞ്ഞുവോ? പറഞ്ഞിട്ടില്ല. നമ്പർ 2, അവൾ ഇന്ന് പുറത്താക്കപ്പെട്ടത് പിശാചല്ലേ? അതെ. നമ്പർ 3, അവൾക്ക് വേണ്ടി വിശ്വാസം ഏറ്റു പറഞ്ഞത് ആരാണ്? അവളുടെ മാതാവാണ്. അതായത് ഒരു കുട്ടിയിൽ നിന്ന് പിശാച് പാപം വിട്ടുപോകുവാൻ, പാപത്തെയും പാപത്തെ ഉപേക്ഷിക്കുവാൻ ആ കുട്ടിക്ക് വേണ്ടി വിശ്വാസം ഏറ്റു പറയേണ്ടത് മാതാവാണ്. വേറൊരു സംഭവപ്രദമാണ്. ഒരു ബാലനായ ഒരു കുഞ്ഞിനെയും കൊണ്ട്, പിശാചുബാധിതനായ മകനെയും കൊണ്ട് ഒരു പിതാവ് യേശുവിനെ കാണുന്നു. അവൻ പറയുന്നു, അയാൾ പറയുകയാണ് യേശുവിനോട്, നിന്റെ ശിഷ്യന്മാർ സുഖപ്പെടുത്താൻ നോക്കി ആർക്കും പറ്റിയില്ല, നിനക്ക് കഴിയുമോ? കഴിയുമെങ്കിലൊന്ന് വിശ്വസിച്ചാൽ സംഭവിക്കും. അപ്പോൾ ഉടനെ അവൻ പറയാണ്, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. സൗഖ്യം പ്രാപിച്ചത് അയാളാണോ? അല്ല, അയാളുടെ മകനാണ്, ബാലനാണ്. അപ്പോൾ ആ കുട്ടി വിശ്വാസം ഏറ്റു പറഞ്ഞോ? പറഞ്ഞില്ല. അവർക്ക് വേണ്ടി വിശ്വാസം ഏറ്റു പറഞ്ഞത് ആരാണ്? കുട്ടിയുടെ അപ്പനാണ്. പുറത്തു പോയത് ആരാണ്? പിശാചാണ്. മനസ്സിലാക്കണം. മാമോദീസായിലൂടെ ഉത്ഭവ പാപത്തിന്റെയും പൈശാചികമായ സ്വാധീനങ്ങളുടെയും കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി അവർക്ക് വേണ്ടി ഏറ്റുപറയേണ്ടത് അവരുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് അപ്പനമ്മയോ വിശ്വാസം ഏറ്റു പറയുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് സ്നാനം കൊടുക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ആ കമന്റ് മനസ്സിലായിട്ടില്ല, സംശയം ചോദിക്കുമ്പോൾ പറയാം. അപ്പൊ ഇതാണ് മാമോദീസ. മാമോദീസയുടെ എല്ലാ തലങ്ങളോടെയും ഞാൻ പോവുകയാണ്. ഇനി അപ്പൊ വിശ്വാസത്തെ പറ്റി ഏറ്റു പറഞ്ഞു. ഇനി മാമോദീസയുടെ എന്ത് ലഭിക്കുന്നു? നമുക്ക് ലഭിക്കുന്നത് കൃപാവരമാണ്. ഈ കൃപാവരമാണ്
നോഹയുടെ ജലപ്രളയം ഇപ്പൊ നോക്കൂ, ഞാൻ ഒരു പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞതാണത്. പാപം കടന്നു വന്നപ്പോൾ ആദവും പാപം ചെയ്തപ്പോൾ പിന്നെ പാപം പെരുകി, പാപം ഭൂമിയിൽ നിറഞ്ഞു, പാവമില്ലാത്ത ഒരുമൻ പോലും ഇല്ല. കായലാബേലിനെ കൊന്നു. അങ്ങനെ ലാമക്ക് പറഞ്ഞു, കായന്റെ തലമുറയിൽ ലാമക്ക് പറഞ്ഞു, കായന്റെ പ്രതികാരം 7 ഇരട്ടിയാണെങ്കിൽ എന്റെ പ്രതികാരം 70 ഇരട്ടിയാണ്. അങ്ങനെ ദേവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും പരസ്പരം കലർന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന 2 ജാതികൾ തമ്മിൽ കലർന്നു. സകലരും പാപികളായി, സകലരും പാപികളായി. ഭൂമിയിൽ ദുഷ്ടത നിറഞ്ഞു. കാരണം എന്താ? കാരണം അവരുടെ ഉള്ളിൽ കൃപാവരമില്ലായിരുന്നു. കൃപാവരം നൽകുന്നതിന് വേണ്ടി അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് നിയമം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഓരോ വ്യക്തികളും ദുഷ്ടന്മാരായി മാറുന്നു. നമ്മൾ ആലോചിക്കേ, നിങ്ങൾക്കുള്ളിൽ നന്മയേത് തിന്മയേത് എന്നുള്ളൊരു ധാർമ്മികതയുടെ ലെവലേശ കണുകയില്ലെങ്കിൽ ഞാനും നിങ്ങളൊരു ദുഷ്ടന്മാരായി മാറില്ലേ? ഞാനൊരു ഉദാഹരണം പറയാം. റോബോട്ടുകളെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വഴി റോബോട്ടുകൾ സ്വയം പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ, ബ്രിട്ടനിലെ കുറച്ച് 2-3 കൊല്ലം മുമ്പ് ഒരു മീറ്റിംഗ് നടന്നു. ഇന്ത്യക്കാരനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത്? ആ മീറ്റിംഗിന്റെ വിഷയം ഇതാണ്: ഇങ്ങനെ റോബോട്ടുകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ റോബോട്ടുകൾ മനുഷ്യരെ കീഴടക്കിയില്ലേ? റോബോട്ടുകൾക്ക് നന്മയെന്ത് തിന്മയെന്തെന്ന് അറിയില്ല. റോബോട്ടുകൾക്ക് അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രവർത്തനം അനുസരിച്ച് ചെയ്യും. അങ്ങനെ ഇരിക്കും അവരെന്ത് ചെയ്യും? അവർക്ക് സ്വയമായി ജീവിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ അവരൊരു പക്ഷേ മനുഷ്യർക്കെതിരെ പ്രവർത്തിക്കില്ല. കാരണം അവർക്കുള്ളിൽ നന്മയേത് തിന്മയെന്ന് തിരിച്ചറിയാനുള്ള ധാർമ്മികതയുടെ നിയമമില്ല. അവർക്ക് അവർ സർവൈവ് ചെയ്യുന്നത് മുഴുവൻ ശരിയാണ്. ചോദ്യം, ഇതുപോലുള്ള ഒരു മനുഷ്യരെ സങ്കല്പിച്ചേക്ക്. അങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ട് ഭൂമി നിറഞ്ഞു, ഭൂമി ദുഷ്ടത നിറഞ്ഞു. അപ്പോൾ ദൈവം ഭൂമിയെ ജലപ്രളയത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. ആ ജലപ്രളയത്തിലൂടെ 8 പേരെ പ്രാപിച്ചു. നോഹ, നോഹയുടെ ഭാര്യ, നോഹയുടെ 3 ആൺമക്കൾ, അവരുടെ 3 ഭാര്യമാർ. ഈ ലോകത്തുള്ള സകല മനുഷ്യരും നോഹയുടെ ജലപ്രളയമാകുന്ന മാമുദീസായിലൂടെ നോഹയുടെ മക്കളായി മാറിയതിനാൽ ആദത്തിൽ നിന്ന് കടന്നു വന്ന ആ പാപത്തിന്റെ ആ വലിയ ദുഷ്ടതയുടെ അവിടെ വെച്ച് ബ്രേക്ക് വരുന്നു. സകല മനുഷ്യരിലും പരിശുദ്ധാത്മാവുള്ളവരായി മാറുന്നു. അതിനൊക്കെ അടിസ്ഥാന കാരണം നോഹയുടെ ജലപ്രളയമാകുന്ന മാമുദീസ. അതാണ് 1 പത്രോസ് 3:20 പറയുന്നത്. അക്കാലത്ത് ജലപ്രളയത്തിലൂടെ നോഹയുടെ കാലത്ത് ജലപ്രളയത്തിലൂടെ 8 പേരെ ക്ഷണിച്ചു. അതിന് സദൃശമായി ജ്ഞാനസ്നാനം നമ്മെ രക്ഷിക്കുന്നു. അതായത് ക്രിസ്തുവിന്റെ കാൽവരിയിലെ കുരിശു മരണത്തിന്റെ മുന്നാസ്വാദനമായി ജലപ്രളയത്തിലൂടെ നോഹയും നോഹയുടെ കുടുംബാംഗങ്ങളും രക്ഷ പ്രാപിച്ചു. അപ്പൊ നമ്മള് ഇതേ മുന്നാസ്വാദനമാണ് ഇസ്രായേൽ ജനത്തിന് ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് ചെങ്കടൽ കടക്കുമ്പോൾ ലഭിക്കുന്നത്, പാപത്തിൽ നിന്നുള്ള വിടുതൽ. ഇതേ മുന്നാസ്വാദനമാണ് ജോർദാൻ നദി കടന്നിട്ട് അവർ കാനാൻ ദേശത്തെത്തുമ്പോൾ സ്വർഗരാജ്യം അവകാശമാക്കൽ. മാമോദിസയുടെ അടുത്ത പോയിന്റ് സ്വർഗരാജ്യം അവകാശമാക്കൽ. ഇതേ മുന്നാസ്വാദനമാണ് പരിശുദ്ധ കന്യാമറിയത്തെ അമ്മലോത്ഭവയായി സംരക്ഷിച്ചത്. അപ്പൊ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ മുന്നാസ്വാദനമാണ് സംഭവിച്ചതെങ്കിൽ അത് സംഭവിക്കുന്നത് എപ്പോഴാണ്? യേശുവിന്റെ കുരിശും കാൽവരി മലയിലാണ്. അതിന്റെ യോഗ്യതയാണ് നമ്മെ സ്നാനം നൽകുന്നത്. ആ സ്നാനത്തിലൂടെ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് കൃപാവരം ആർജിക്കുന്നു, പരിശുദ്ധമായി ബന്ധം ഉണ്ടാക്കുന്നു. അതോടുകൂടി ദൈവത്തെ കാണാൻ പറ്റാതെ ഭൂമിയിൽ ജനിച്ച മനുഷ്യനെ ദൈവവുമായി ഒരു ബന്ധം കണ്ടുമുട്ടാൻ സംഭവിക്കുന്നു. അതാണ് മാമോദിസ ലഭിക്കുന്നത്, പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധം. യേശുവിനെ രക്ഷകനാഥനുമായി ഏറ്റുപറയുവാൻ വേണ്ടി ഒരു കുഞ്ഞിനെ സജ്ജമാക്കുന്നത് അവന്റെ ഉള്ളിൽ വസിക്കുന്ന മാമോദിസ ലഭിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ലഭിക്കുന്ന കൃപാവരമാണ് ഉദാസനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത് പാപം ചെയ്യാൻ ശക്തി ലഭിക്കുന്നതും, ഞാൻ പാപം ചെയ്ത് ഈശോയ്ക്ക് വേദനിക്കും എന്ന് എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന മാമോദിസ കൃപാവരമാണ്. ഇതാണ് മാമോദിസ. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. സ്ഥൈര്യലേപനം. സ്ഥൈര്യലേപനം സ്വീകരിക്കണമെന്ന് ബൈബിളിലുണ്ടോ? അത് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം. സ്ഥൈര്യലേപനം സ്വീകരിക്കുന്ന ബൈബിളിലുണ്ടോ? അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഹെബ്രായർ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഹെബ്രായർ 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. 1ഉം 2ഉം വാക്യങ്ങളുണ്ട്. ഇങ്ങനെ പറയും, ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. പ്രഥമ പാഠട്ടോ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കും, ജിൻഡോ ബദർ വന്ന് വലിയ തിയോളജി കോഴ്സ് പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ തിയോളജി പഠിപ്പിക്കുകയാണ്.
ഇതൊന്നും ആവശ്യമുള്ള കാര്യമൊന്നുമല്ല ഇതൊന്നും അല്ല കാര്യം എന്ന് പറയുമ്പോൾ ചിന്തിക്കണേ, ഇത് വലിയ ആദിമ സഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം പ്രഥമ കാര്യം. അല്ലാണ്ട് വലിയ ടഫ് കാര്യമൊന്നുമല്ല. അവർക്ക് ടഫ് കാര്യം എന്ന് പറയുന്നത് എന്താ അറിയാമോ? പൗരോഹിത്യം, വിശുദ്ധ കുർബാന, ഈ കാര്യങ്ങളാണ്. കുദാശകളൊക്കെ അവർക്ക് എന്താണ് പ്രഥമ കാര്യം. അതാണ് 6-ാം അധ്യായത്തിൽ പറയുന്നത്. ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠം പിന്നെ പക്വത വളരാം. ഇതിന്റെ പ്രഥമ പാഠം എന്താന്ന് പറയാ? നിർജീവ പ്രവൃത്തികളുടെ തിരിച്ചുവരവ്, അതായത് കുംഭസാരം. ദൈവത്തിലുള്ള വിശ്വാസം, അതായത് വിശ്വാസ പ്രമാണം. ജ്ഞാനസ്ഥാനത്തെ കുറിച്ച് സംബന്ധിക്കുന്ന പ്രബോധനം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രഥമ കാര്യ. അടുത്തത് കൈവെപ്പ്. എത്ര കൈവെപ്പുണ്ട്? 3 തരം കൈവെപ്പ്. ഒന്നാമത്തെ കൈവെപ്പ് സ്ഥൈര്യലേപനം, രണ്ടാമത്തെ കൈവെപ്പ് തിരുപ്പട്ടം, മൂന്നാമത്തെ കൈവെപ്പ് രോഗിലേപനം. 3ഉം ബൈബിളിലുണ്ട്. ഇനി അടുത്തത് മരിച്ചവരുടെ ഉയർപ്പ്, എസ്കറ്റോളജി എന്ന് പറയും. പിന്നെ അടുത്തത് നിത്യവിധി, എസ്കറ്റോളജി. ഇതാണ് പ്രഥമ പാഠം. ഇവയ്ക്ക് വീണ്ടും അടിസ്ഥാനം വീഴേണ്ടതില്ല. ദൈവം അനുവദിക്ക് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടാണ് കുർബാനയെ പറ്റിയിട്ട് ഹെബ്രായ ലേഖനം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ആത്മീയ സ്ഥിതി എത്ര പരിതാപകരമാണ്. നമുക്ക് ഈ പ്രഥമ പാഠങ്ങൾ അറിയുകയില്ല എന്നുള്ളതല്ലേ ഈ പറഞ്ഞു വരുന്ന അർത്ഥം. അപ്പൊ എന്താണ് കയ്യൊപ്പ്, സ്ഥൈര്യലേപനം? നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതാണ് ചോദ്യം. ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നമ്മൾ പറയും ക്രിസ്തുവിന്റെ അനുയായി. ക്രിസ്തുവിന്റെ അനുയായി അല്ല ക്രിസ്ത്യാനി. ക്രിസ്തുവിന്റെ അനുയായി അല്ല, മറിച്ച് എന്താണ്? ക്രിസം എന്ന വാക്കിൽ നിന്നാണ് ക്രിസ്ത്യാനി എന്ന പദം ഉണ്ടാവുന്നത്. ക്രിസം എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എണ്ണ അഥവാ തൈലം. തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവൻ ആരോ അവനാണ് ക്രൈസ്തവൻ അഥവാ ക്രിസ്ത്യാനി. നമ്മളൊക്കെ ക്രിസ്തുവിന് പിന്നാലെ പോകാൻ വെച്ചിരിക്കുന്നത്. നമ്മൾ കർത്താവിന്റെ അഭിഷിക്തരാണ്. ക്രിസ്ത്യാനി എന്ന വാക്കിനർത്ഥം കർത്താവിന്റെ അഭിഷിക്തൻ, അല്ലാണ്ട് കർത്താവിന്റെ പിന്നാലെ പോകുന്നൊന്നല്ല. എവിടെ പറയുന്നത്? ഞാൻ പറഞ്ഞതല്ല. CCC 1289, CCC 1294. ഈ CCC പറയാണ് കർത്താവിന്റെ അഭിഷിക്തൻ, തൈലം അഭിഷേകം ചെയ്യപ്പെട്ടവൻ, കർത്താവിന്റെ അഭിഷിക്തൻ ക്രിസ്ത്യാനി എന്നാണ് ഇത് പറയുന്നത്. അപ്പൊ ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറയുമ്പോൾ പറയണം കർത്താവിന്റെ അഭിഷിക്തൻ എന്നാണ് അർത്ഥം. നമ്മൾ വരുമ്പോഴും ക്രിസ്തുവിന് അനുയായി എന്ന് പറഞ്ഞുകൊണ്ട് അനുയായിക്ക് എന്തുമല്ല, ഒരാടിന് ഇടയിൽ പിന്നാലെ ആട് പോകുമ്പോൾ ആടിന് വഴി തെറ്റാലോ? നമ്മൾ വഴി തെറ്റാൻ പോകണവരല്ല, നമ്മൾ ഉള്ള അഭിഷിക്തരാണ്. അതാണ് കൈവെപ്പ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ബൈബിളിയുടെ കൈവെപ്പ് അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 14-ാം തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 14-ാം തിരുവചനം. എന്താ പറയുക കാണുന്നത് ഇപ്രകാരമാണ്. സംഭവം ഞാൻ വിവരിക്കാം. ആദ്യം യേശുവിന് ശേഷം പത്രോസ് 7 ഡീക്കന്മാരെ തെരഞ്ഞെടുത്തു. ഒന്നാമതാൾ സ്തെഫാനോസ്, രണ്ടാമത്താൾ ഡീക്കൻ ഫിലിപ്പോസ്, മൂന്നാമൻ നിക്കോനാർ, തീമോൻ, നിക്ലാവോസ്. ഇങ്ങനെ തെരഞ്ഞെടുക്കുക. ഈ തെരഞ്ഞെടുത്ത 7 പേരിലെ ഒന്നാമത്തെ ആളുടെ പ്രവർത്തനം നമുക്ക് കാണുക പിന്നെ ബൈബിളിലെ. സ്തെഫാനോസ് ഇങ്ങനെ പോയി പ്രസംഗിച്ചു, ഇങ്ങനെ മരിച്ചു. അടുത്ത രണ്ടാമത്തെ ആളാണ് ഫിലിപ്പോസ്, ഡീക്കനാണ്. ഫിലിപ്പോസ് സഭ ചിതറിക്കപ്പെട്ടപ്പോ ഫിലിപ്പോസ് അവിടെ പോയി സമറിയായിൽ പോയി സുവിശേഷം പറഞ്ഞു. സമറിയ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ അപ്പുറത്താണ്. അവിടെ പോയി സുവിശേഷം പറഞ്ഞപ്പോൾ അവിടെയുള്ളവരെല്ലാവരും മാമോദീസ സ്വീകരിച്ചു. ഡീക്കന് സ്നാനം കൊടുക്കാൻ അധികാരമുണ്ട്. ആർക്ക് വേണമെങ്കിലും സ്നാനം കൊടുക്കാം. നമുക്കൊക്കെ സ്നാനം കൊടുക്കാൻ അധികാരമുണ്ട്. ശരിക്കും വീട്ടു മാമോദിസ എന്ന് പറയും നമ്മൾ തന്നെ. അങ്ങനെ മാമോദിസ കൊടുത്തു. മാമോദിസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? സ്ഥൈര്യലേപനം കൊടുക്കണം. സ്ഥൈര്യലേപനം കൊടുക്കാൻ ഡീക്കിന് പറ്റുമോ? പറ്റില്ല. ലത്തീൻ സഭയിൽ സ്ഥൈര്യലേപനം കൊടുക്കണമെങ്കിൽ മെത്രാൻ നേരിട്ട് വരണം. തിരുമലബാർ സഭയിൽ മെത്രാൻ റൂഷ്മ ചെയ്ത മൂറോൻ തൈലം ഉപയോഗിച്ചിട്ട് വേണം വൈദികൻ അവർക്ക് സ്ഥൈര്യലേപനം കൊടുക്കാൻ. അപ്പോ ഫിലിപ്പോസ് എന്ത് ചെയ്യേണ്ടിയിരുന്നു? ജെറുസലേമിലേക്ക് ഫോം വിളിച്ചു. അതെ, ഇവിടെ കുറെ പേര് മാമോദിസ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ ഇവരാരും സ്ഥൈര്യലേപനം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കയ്യൊപ്പ് നൽകാനായിട്ട് അവിടെ നിന്ന് മെത്രാന്മാരെ അയക്കണം. അപ്പോൾ എന്തുണ്ടായി? അവർ മാർപ്പാപ്പേനെയും കർദിനാളിനെയും പറഞ്ഞയച്ചു, പത്രോസിനെയും യോഹന്നാനെയും. ഇനി ആ വചനം ഡിസ്പ്ലേ ചെയ്ത് നന്നായിരിക്കും. റോമ 8:14.
സമറിയക്കാർ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ജെറുസലേമുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെ മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ ഒരു ശുശ്രൂഷയുണ്ട്. മാമോദിസ കഴിഞ്ഞാൽ ചെയ്യേണ്ട ശുശ്രൂഷ, കൈവെപ്പ് ശുശ്രൂഷ. അപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഈ ഒരു ശുശ്രൂഷ പെന്തക്കോസ്ത് സഭകളിലുണ്ടോ? കത്തോലിക്ക സഭയ്ക്ക് പുറത്തു പോയാലുണ്ടോ? ചിന്തിക്കണം. യാക്കോബായ ഓർത്തഡോക്സ് സഭകളിലൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. ഇങ്ങനെ ശുശ്രൂഷയുണ്ട്. അതാണ് സ്ഥൈര്യലേപനം. ഇത് വീണ്ടും നമുക്ക് കാണാം. അപ്പോസ്തലപ്രവർത്തനം 19-ാം അധ്യായം 5-ാം വാക്യത്തിലെ പൗലോസ് മാമോദിസ കൊടുത്തതിന് ശേഷം 6-ാം വാക്യം, പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചു, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. കൈവെപ്പ് ശുശ്രൂഷ. ഇതാണ് സ്ഥൈര്യലേപനം. സഭയിൽ ആഘോഷിക്കുന്ന സ്ഥൈര്യലേപനം എന്ന കൂദാശ ഇതാണ്. മാമോദിസ കഴിഞ്ഞു, സ്ഥൈര്യലേപനം കഴിഞ്ഞു. ഇനി കുർബാനയെ പറ്റി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് കഴിയില്ല. അതുകൊണ്ട് ഞാൻ കുർബാനയ്ക്ക് പോകുന്നില്ല. നേരെ ഞാൻ പോകുന്നത് കുംഭസാരത്തിലേക്കാണ്. കുംഭസാരം എന്താണ്? കുംഭസാരം ഇവിടെ ബൈബിളിൽ പറയുന്നത്. കുംഭസാരത്തെ പറ്റി പറയാണ്. ഞാൻ മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, അധികാരം പിശാചിൽ നിന്ന് യേശുക്രിസ്തു എങ്ങനെയാണ് പിടിച്ചു വാങ്ങിയത്, അധികാരം പിടിച്ചു വാങ്ങിയത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുകയാണ്. അതായത് ദൈവം മനുഷ്യന് അധികാരം കൊടുത്തു, മനുഷ്യൻ പാപം ചെയ്ത് പിശാചിന് അധികാരം കൊടുത്തു. അപ്പോൾ ഇങ്ങനെ പിശാചിന് അധികാരം കൊടുത്തു കഴിഞ്ഞപ്പോൾ പാപം ചെയ്യാത്തൊരു മനുഷ്യനുണ്ടോ, മനുഷ്യപുത്രനുണ്ടോ? അവനാണ് ഈ അധികാരമുള്ളത്. പിശാചിന് അവന്റെ മേൽ അധികാരമില്ല. ദൈവം കൊടുത്ത അധികാരം പിശാചിനല്ല, മനുഷ്യനാണ്. അപ്പോൾ ഏത് മനുഷ്യനാണോ പിശാചിന്റെ മേൽ അധികാരമില്ലാത്തത്, ആ മനുഷ്യന്റെ മേൽ അധികാരമുണ്ട്. ആ മനുഷ്യനാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു പറഞ്ഞാൽ പിശാച് പുറത്താകും. യേശുക്രിസ്തു പറഞ്ഞാൽ പാപം മോചിക്കപ്പെടും. പഴയ നിയമത്തിൽ പിശാചിനെ പുറത്താക്കുന്ന ഒരു ശുശ്രൂഷ നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു സമയമുള്ളത്, സാവൂള് പിശാച് ബാധിതനായിരിക്കുമ്പോൾ ദാവീദ് കിന്നരം പാടി. അപ്പൊ ദുരാത്മാവ് തൽക്കാലത്തേക്ക് അവന് വിട്ടുപോയി. പിന്നെ വീണ്ടും തിരികെ വന്നു. പിന്നെ ഒരു പ്രാവശ്യം കിന്നരം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദുരാത്മാവ് എന്ന് പറഞ്ഞ് സാവൂൾ കുന്തമെടുത്ത് അവന്റെ മേൽ എറിഞ്ഞു. ഓടി രക്ഷപ്പെട്ടു. ബൈബിളിലുള്ള വചനമാണ്. അതാണ് ഒരു സന്ദർഭം. രണ്ടാം സന്ദർഭം തോബിത്തിന്റെ പുസ്തകത്തിലെ സാറ എന്ന സ്ത്രീയിൽ നിന്ന് 7 പിശാചുക്കളെ പുറത്താക്കുകയാണ്. പുറത്താക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? റാഫേൽ മാല കടന്നു വന്നുകൊണ്ട് മീനിന്റെ കരൾ കൊടുത്ത് പുക ചെയ്തു. അപ്പോ സ്വർഗത്തിൽ നിന്നാണ് നേരിട്ട് വന്നത്. അതായത് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ആരും തന്നെ പാപം മോചിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്നില്ല. പാപം മോചിക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ടാണ് ദൈവത്തിനില്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാൻ അധികാരമുള്ളത് എന്ന് തളർവാദ രോഗി ഇറക്കിയതിനു ശേഷം ആ 4 പേര് പറയുക, അവിടെയുള്ള യഹൂദന്മാർ പറയുക, യേശുക്രിസ്തു പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. ഇതെങ്ങനെ പാപം മോചിക്കും? പഴയ നിയമത്തിൽ ആരും ചെയ്തിട്ടില്ല ആരും. കാരണം പാപം മോചിക്കാൻ അധികാരമില്ലല്ലോ. മനുഷ്യപുത്രന് പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന് അറിയേണ്ടതിനെ. മനുഷ്യപുത്രന് അധികാരമുണ്ട്, ദൈവത്തിനല്ല, മനുഷ്യപുത്രനെ, മനുഷ്യനായി ജനിച്ചവനെ. പക്ഷെ അവന്റെ മേലെ അധികാരം പിശാചിനുണ്ടാവാൻ പാടില്ല. ആണ് യേശുക്രിസ്തു. മനുഷ്യപുത്രന് പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് യേശുക്രിസ്തുവോട് പറഞ്ഞു, എന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഈ അധികാരം യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. അധികാരമുള്ളവൻ അധികാരം കൊടുത്ത അധികാരമാകുമോ? ഉണ്ടാകുമോ? ഉണ്ടാകും. ഉദാഹരണത്തിന് ഞാൻ ഈ കസേരയിൽ ഇരുന്നിട്ട് ഞാൻ പറയണം, ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കോ? ഒരാളും സമ്മതിക്കില്ല. എന്നാൽ അതേസമയം ഗവർണർ, അധികാരമുള്ള ഗവർണർ സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിച്ചുകൊണ്ട് എന്നെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രി, പിന്നെ 6 മാസത്തിനുള്ളിൽ ഞാൻ ജനവിധി തേടിയാൽ മതി. അതാണല്ലോ നിയമം. അധികാരമുള്ളവൻ കൊടുത്ത അധികാരം കിട്ടും. യേശുക്രിസ്തു അധികാരമുള്ളവനാണ്. ആ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുകയാണ്. 23-ാം വാക്യം,
നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ ക്ഷമിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപം ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇതുപോലെ നമുക്കറിയാവുന്ന മറ്റൊരു വചനമാണ് മത്തായി 16-ാം പത്രോസ് ലീഗായോട്, നീ സ്വർഗത്തിൽ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമി കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമി അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. ഇത്രയും വചനങ്ങൾ നമ്മൾ പറഞ്ഞു. പോരാ, ഇത്രയും വചനം പോരാ. ഒരു വൈദികന്റെ അടുത്ത് കുമ്പസാരിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇതിലേക്ക് നമ്മൾ വരിക. ഒരു വൈദികന്റെ അടുത്ത് കുമ്പസാരിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? വചനമെടുക്കാം, എഴുതിയെടുത്തോളം അറിയില്ലെങ്കിൽ 2 Corinthians 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുവചനം. 2 Corinthians 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുവചനം ഇപ്രകാരമാണ്: ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും, രമ്യതയുടെ ശുശ്രൂഷ. അതെന്ത് സംഭവം? കുറെ ശുശ്രൂഷ പറഞ്ഞിട്ടുണ്ട്. രമ്യതയുടെ ശുശ്രൂഷ എന്ന സംഭവം, രമ്യതയുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അനുരഞ്ജന ശുശ്രൂഷ. അനുരഞ്ജന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സുറിയാനി വാക്കിൽ എന്ത് പറയും? കുമ്പസാരം. ആ ഹെഡിങ്ങിനെ പോയി അനുരഞ്ജന ശുശ്രൂഷ എന്നാണ് അതിന്റെ ഹെഡിങ്. ആ ബൈബിളിലെ വചനത്തിന്റെ ആ അധ്യായത്തിന്റെ ആ വാക്യത്തിന്റെ പാരാഗ്രാഫിന്റെ ഹെഡിങ്. രമ്യതയുടെ ശുശ്രൂഷ ശുശ്രൂഷ ഉണ്ടെന്നേ. മാമോദിസ പോലെ, കുർബാന പോലെ, മാമോദിസ പോലെ, സൈലം പോലെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. യേശു പരമേൽപ്പിച്ച ശുശ്രൂഷ രമ്യതയുടെ ശുശ്രൂഷ, അതാണ് അനുരഞ്ജന ശുശ്രൂഷ. ആ ശുശ്രൂഷ പറയുന്നത് ഞങ്ങളെ, ആരെ? അപ്പസ്തോലന്മാരെ. നമ്മളെ എന്നല്ല, ഞങ്ങളെ അപ്പസ്തോലന്മാരെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും, ആരോട്? പിതാവായ ദൈവത്തോട് ക്രിസ്തു വഴി രമ്യതപ്പെടുത്തുകയും, രമ്യതയുടെ ശുശ്രൂഷ, അതായത് കുമ്പസാരം ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അടുത്ത പോയിന്റ്, അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്ക് നേരെ പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ പരമേൽപ്പിച്ചതുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തി. പിതാവായ ദൈവം ക്രിസ്തു വഴി ലോകത്തെ ഞങ്ങൾ വഴി, ഞങ്ങളുടെ ശുശ്രൂഷ വഴി രമ്യതപ്പെടുത്തി. അടുത്ത വരി പ്രത്യേക ശ്രദ്ധിക്കുന്ന 20-ാമത്തെ വാക്യം. ഈ ഞങ്ങൾ ആരാ? അപ്പസ്തോലന്മാരാരാ? ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. ശ്രദ്ധിക്കണേ, യേശുവിന്റെ ശിഷ്യന്മാർ അവരെ അധികാരം മെത്രന്മാർക്ക് കൊടുത്തു. മെത്രന്മാർ ആരാണ്? ക്രിസ്തുവിന്റെ സ്ഥാനപതികൾ. എന്താണ് സ്ഥാനപതി എന്നുള്ള വാക്കിന്റെ അർത്ഥം? സീസറിന്റെ സ്ഥാനപതിയാണ് പീലാത്തോസ്. സീസർ എന്തു പറഞ്ഞോ അത് ചെയ്യാൻ പീലാത്തോസ് കടപ്പെട്ടവനാണ്. പീലാത്തോസ് എന്തു പറഞ്ഞോ അത് സീസർ പറഞ്ഞതുപോലെയാണ്. അംബാസഡർ. അങ്ങനെ പോയിന്റ് പ്രത്യേകിച്ച്. അപ്പോൾ ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതിയാണ് എന്ന് പറഞ്ഞാൽ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ, ആ വൈദികനല്ല ശരിക്കും അധികാരം മെത്രാനാണ്. അപ്പസ്തോലൻ മെത്രാനാണ്. മെത്രാൻ വൈദികന് കൊല്ലം പുതുക്കി കൊടുക്കുന്ന ശുശ്രൂഷയത്. മെത്രാൻ പറഞ്ഞ് കുമ്പസാരിപ്പിക്കേണ്ടതാണ് സ്റ്റോപ്പായി വൈദികന്റെ. മെത്രാൻ വഴിയുള്ള അധികാരം കൊടുക്കണത്, ഞങ്ങൾ വഴി. അപ്പൊ ഇവിടെ അധികാരം കൊടുക്കുക. അപ്പൊ ക്രിസ്തുവിന്റെ സ്ഥാനപതിയായിട്ട് കുമ്പസാരം വിടുന്ന വൈദികൻ പറയാണ് പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാപം മോചിക്കപ്പെട്ടു. യേശു ക്രിസ്തു പറഞ്ഞ പോലെയാ പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ സ്ഥാനപതിയാണ് നമ്മൾ. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. നേരിട്ടിട്ടല്ല, ഞങ്ങൾ വഴി. നേരിട്ട് പറയാൻ പാടില്ല. കുമ്പസാരം നേരിട്ടിട്ടല്ല, ഞങ്ങൾ വഴി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യപ്പെടുവിൻ. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. എന്താ നേരിട്ടിട്ടാ? എന്താ പ്രശ്നം? ആദ്യം നേരിട്ട് കുമ്പസാരിച്ച വ്യക്തിയാണ് ആദുഹവയും. എങ്ങനെയാ കുമ്പസാരിച്ചത്? നീ കൂട്ടിരുന്ന സ്ത്രീയല്ല, പറ്റിച്ചു ഞാൻ തിന്നു. ന്യായീകരണം. നേരിട്ട് ദൈവത്തോട് പാവമേറ്റ് പറയുന്ന വ്യക്തി തന്റെ ഭാഗത്തെ ന്യായീകരിക്കും. വൈദികനെടുത്ത് പാവമേറ്റ് പറയുന്ന വ്യക്തി ന്യായീകരിക്കാൻ നിൽക്കില്ല. ന്യായീകരിച്ചാൽ വൈദികൻ സമ്മതിക്കില്ല. അപ്പോൾ അവിടെ പാവമോചനം കിട്ടും. പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ ഈ അധികാരമുള്ളവനെ അധികാരം കൊടുക്കാൻ പറ്റുള്ളൂ. പിശാചിന്റെ മേൽ അധികാരമുള്ളത് ക്രിസ്തുവിനാണ്. ക്രിസ്തു അധികാരം കൊടുത്തത് ശിഷ്യന്മാർക്കാണ്. ശിഷ്യന്മാർ അവരെ ശിഷ്യന്മാർക്കാണ്. അവരെ ശിഷ്യന്മാർക്കാണ്. അങ്ങനെ അധികാരം വന്ന് എത്തിയിരിക്കുന്നത് മെത്രന്മാരെടുത്താണ്. മെത്രന്മാർ അത് വൈദികർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവർ മോചിപ്പിക്കപ്പെട്ട മാത്രമേ പാപം മോചിക്കപ്പെടൂ. നേരിട്ട് മോചിപ്പിക്കുന്ന പരിപാടി സഭയിലില്ല, ബൈബിളിലും ഇല്ല. ഇപ്പൊ നമ്മള് മാമോദിസ, സ്ഥൈര്യലേപനം, കുമ്പസാരം, ഇത്രയും ഭാഗം നമ്മൾ കണ്ടു. വിവാഹത്തെക്കുറിച്ചും രോഗലേപനത്തെ കുറിച്ച് നമ്മൾ പരാമർശിച്ചു പോയി. കുർബാനയെ കുറിച്ച് പിന്നെ എപ്പോഴും ക്ലാസ് എടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കുക. ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായെന്ന് കരുതുകയാണ്. ഓക്കെ, ബോറടിച്ചാ ഇത്ര നേരം?
ഇപ്പോ ബോറടിച്ചില്ല ബ്രദറെ, ബോറടിച്ചിട്ടൊന്നുമില്ല. വളരെ എല്ലാവരും വളരെ സൂക്ഷ്മതയോടെ ഇരിക്കുക. വിട്ടുപോയ കാര്യങ്ങള് വീണ്ടും കേട്ട് മനസ്സിലാക്കുക. കുറെ കാര്യങ്ങൾ കൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് ഒറ്റയടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കില്ല. പക്ഷെ അത് സമയം എടുത്താലും നമ്മൾ മനസ്സിലാക്കുക, പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യുക. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളും കൂടിയാണ്. ജിഷ ചോദിക്കാനുണ്ടെന്നാണ് ചോദിച്ചോ. താങ്ക് യു ബ്രദർ. ഓക്കെ. ബ്രദർ, ക്രിസ്തുവിന്റെ മാമോദിസ കുരിശിലായിരുന്നെങ്കിൽ യോഹന്നാനിൽ നിന്ന് സ്വീകരിച്ചത് എന്തായിരുന്നു ബ്രദർ? അത് മനുഷ്യരോട് ഐക്യപ്പെടുക എന്നുള്ള കാര്യമാണ്. അനുതാപത്തിന്റെ സ്നാനം എന്നാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ സകല മനുഷ്യരെ പോലെയും പാപങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിൽ, അതായത് ക്രിസ്തു കുഞ്ഞാടായി മാറാണല്ലോ, ആ രീതിയിലുള്ള അർത്ഥത്തിലാണ്. അതായത് യേശു ക്രിസ്തുവിന്റെ സ്നാനം അവിടെ സംഭവിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ട്. ഈ സ്നാനത്തിനെ പൂർത്തീകരിക്കുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. സ്നാപയോഹന്നാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്നാനത്തിനെ യേശു ക്രിസ്തു പൂർത്തീകരിക്കുകയാണ്. അവിടെ ഒരു പ്രത്യക്ഷീകരണം സംഭവിക്കുന്നുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രത്യക്ഷീകരണം അവിടെ മുതലാണ് സ്നാനം ശരിക്കും ആരംഭിക്കുന്നത്. ഇപ്പൊ യേശുവിൽ നിന്ന് ശിഷ്യന്മാർ സ്നാനം സ്വീകരിച്ചതിന് ശേഷമായിരിക്കും, അപ്പോഴായിരിക്കും. പക്ഷെ അതെല്ലാം യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത് കുരിശിലാണ്. ക്ലിയറായോ? ഓക്കെ ബ്രദർ, ഇപ്പൊ ക്ലിയർ ആയി. താങ്ക് യു. ഓക്കെ. യേശു കുരിശുമരണം നടത്തുന്നതിന് മുമ്പും സ്നാനം നൽകിയിട്ടുണ്ട്. അപ്പൊ അത് അഡ്വാൻസ് ആയിട്ട് കുരിശുമരണത്തിന് പൂർത്തീകരണത്തിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ പാപമോചനത്തിന്റെ സ്നാനം നൽകി എന്ന് നമുക്ക് കരുതാല്ലേ? അതെ. മാത്രമല്ല കുമ്പസാരിപ്പിക്കുന്നുണ്ട്. എത്രയോ മറ്റേ പാപിനിയായ സ്ത്രീ പാപം മോചിച്ചു വിടുന്നുണ്ടല്ലോ. കുറെ പേരുടെ പാപങ്ങൾ മോചിക്കുന്നത് അത് കുമ്പസാരമാണ്. പക്ഷെ അതിന്റെയൊക്കെ യോഗ്യത എവിടെ നിന്ന് ആരംഭിക്കുന്നത്? കുരിശുമരണത്തിലാണ്. മുന്നാസ്വാദനമായിട്ടാണ് അതൊക്കെ കൊടുക്കുന്നത്. പ്രൈസ് ലോർഡ് ബ്രദറെ, കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുമ്പോൾ മാതാപിതാക്കളാണ് വിശ്വാസം ഏറ്റുപറയണതെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ തലതൊട്ടപ്പനും തലതൊട്ടമ്മയല്ലേ അത് ചെയ്യുന്നത്. അപ്പൊ ഈ മാതാപിതാക്കള് ആ തലതൊട്ടപ്പനും തലതൊട്ടമ്മയാവുന്നതിൽ തെറ്റുണ്ടോ? മാതാപിതാക്കള് തലതൊട്ടപ്പനും ആവാതിരിക്കുന്നതിന് കാരണം മാതാപിതാക്കളുടെ വിശ്വാസമാണ് അവർ പ്രധാനമായിട്ടും, മാതാപിതാക്കളുടെ വിശ്വാസമാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. നമ്മുടെ വൈദികര് അപ്പൻ വിശ്വാസിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മാമോദിസ കൊടുക്കാൻ പ്രയാസപ്പെടും. അമ്മ വിശ്വാസിയാണ്, അപ്പൻ വിശ്വാസിയല്ല, അമ്മ കുട്ടിക്ക് മാമോദിസ കൊടുക്കണ്ടെന്ന് പറയും. കുട്ടി വളർന്നു വലുതാവട്ടെ എന്ന രീതിയിലേക്ക് നിർത്തും. അല്ലെങ്കിൽ പിന്നെ ആ ഒരു ബന്ധം അത് സഭയിൽ പറയില്ലേ, മിശ്രവാദത്തിൻ്റെതായ ക്ലോസ് ഉണ്ടായിരിക്കണം, അങ്ങനെയാണ് കൊടുക്കുള്ളൂ. പക്ഷെ അതേസമയം അതായത് അപ്പനും അമ്മയും വിശ്വാസം ഏറ്റു പറയാൻ തയ്യാറാവുന്നതാണ് പ്രധാനപ്പെട്ട ക്ലോസ്. ഇനി നമ്പർ 2, ഇത് അവരെ ഈ കുട്ടിയുടെ കാര്യം ആ സഭയിൽ ആ വ്യക്തി തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഉറപ്പ് കൊടുക്കുകയാണ്. അതായത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയാണ് ആ കുട്ടിയുടെ വിശ്വാസബന്ധമായ കാര്യം വളരുന്നത് വരെ അതിൽ പിടിച്ചു നിർത്താനായിട്ട് കടപ്പെട്ട വ്യക്തി. അതുകൊണ്ടാണ് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും വേറെ ആക്കണത്. മാതാപിതാക്കളാകുന്നതിൽ അതിൽ തെറ്റുണ്ടോ? നമ്മുടെ ആക്കാറില്ലല്ലോ നമ്മുടെ സഭയില്. കാരണം അത് പഠിപ്പിച്ചു കൊടുക്കുന്ന വേറെ വ്യക്തികൾ എന്ന അർത്ഥത്തിലാണ് ചെയ്യുന്നത്. വിശ്വാസത്തെ നിലനിർത്താൻ സഹായിക്കുന്ന, വിശ്വാസം പോവാതെ ആ കുടുംബം തന്നെ വിശ്വാസത്തിന് പോയാൽ തന്നെ ആ കുട്ടികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു കോൺട്രാക്റ്റാണ് അവർക്കുള്ളത്. സഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതായിട്ടാണ് വരുന്നത്. അപ്പൊ ആ കുടുംബം ഫാമിലി വിട്ടുപോകുന്നൊക്കെയാ. അപ്പൊ ആ കുട്ടിയുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയ്ക്കാണ് ആ കുട്ടിയുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം. അതാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ പ്രധാനമായിട്ടും ആദിമസഭയിലൊക്കെ രക്തസാക്ഷിത്വമൊക്കെ പറഞ്ഞ കാലഘട്ടങ്ങളുണ്ട്. അപ്പൊ ആ കുട്ടീനെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ കൂടുതൽ വരണത്. അങ്ങനെയാണ് സഭയിലെ സ്വന്തം മാതാപിതാക്കൾ നിൽക്കാറില്ല, സഭ അനുവദിക്കാറുമില്ലല്ലോ. ഓക്കെ, താങ്ക് യു ബ്രദറെ. ഈ പാതാളം നരകത്തിന്റെ മേൽത്തട്ട് എന്ന് പറഞ്ഞില്ലേ? അബ്രാഹം പാതാളത്തിലാണ്, അവരാരും വിശുദ്ധരല്ല. യേശുക്രിസ്തു വരെ കേട്ടോ, യേശുക്രിസ്തുവിന്റെ കുരിശുമരണം വരെ, കുരിശുമരണം വരെ. അവരെല്ലാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നില്ലേ, പാതാളങ്ങളിൽ ഇറങ്ങി എന്ന്, യേശു പാതാളങ്ങളിൽ ഇറങ്ങി എന്ന് പറയുന്നുണ്ടല്ലോ.
അപ്പൊ അതിനുള്ള കാരണം അതാണ്. അവിടെ പാതാളത്തിലുള്ള വിശുദ്ധരാത്മാക്കളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യേശു അവിടെ ഇറങ്ങുന്നത്. മോശയും ഏലിയായെയും നിയമത്തിൻ്റെയും അതുപോലെ പ്രവചനത്തിൻ്റെയും പ്രതീകം എന്ന നിലയിലാണ് മുൻകൂട്ടി എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ മോശയുടെ ശരീരത്തെ മിഖായേൽ മാലാഖ എടുക്കുമ്പോൾ പിശാച് വന്ന് തർക്കിക്കുന്നത്. അങ്ങനെ എടുക്കാൻ പറ്റൂല. കാരണം രക്ഷ പ്രാപിച്ചിട്ടില്ല, ക്രിസ്തു രക്ഷ തന്നിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പിശാച് വന്ന് തർക്കിക്കണത്. അത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് ചെയ്തതാണ്. മോശയും ഏലിയായും കൊണ്ടുപോയത് അതാണ്. താബോർ മലയിൽ മോശയും ഏലിയായും യേശു ക്രിസ്തുവിന്റെ അരികിൽ കടന്നു വരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇപ്രകാരം അതിനുണ്ട്, ആദ്യ ഫലം ക്രിസ്തുവാണ്, അതിനുശേഷമാണ് ക്രിസ്തുവിനോട് ചേർന്നവരെല്ലാം. ഇതിനുള്ള കാരണം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻട്രൽ പോയിന്റ് കുരിശുമരണമാണ്, യേശുവിൻ്റെ ഉയർപ്പാണ്. നമ്മളും അവരും അതിലേക്കാണ് യാത്ര ചെയ്യുന്നത്. എല്ലാവരുടെ ഉറവിടം കുരിശുമരണമാണ്. അതിൻ്റെ കൃപാവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. അപ്പൊ അവിടെ ആദ്യ ഫലം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ബ്രദറെ, ഒരു ഡൗട്ട് അന്നേരം യോഹന്നാന്റെ സുവിശേഷം 3-13 വാക്യം പറയുന്നുണ്ടല്ലോ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ ഈ മോശയും ഏലിയാവും സ്വർഗത്തിലേക്ക് പോയോ എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അത് നമുക്ക് അതിനെ പറ്റിയുള്ള അത്ര ജ്ഞാനമുള്ളൂ. യേശു പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഈ മോശയും ഏലിയായും എവിടേക്ക് കയറി പോയി? സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവരുടെ ആ പൂർണ്ണത വരുന്നത് എപ്പോഴും വലിയ ശേഷമായിരിക്കും. ക്രിസ്തുവിന്റെ മരണശേഷം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം പാവത്തെ ആ ശിക്ഷകളിൽ നിന്ന്, ആദ്യപാവങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചിതമായതിന് ശേഷമായിരിക്കും ഇവർ സ്വർഗത്തിലേക്ക് പോയിരിക്കുക. അവിടെ നമുക്കിവിടെ പറയാവുന്ന ഒരു വാക്യം എന്ന് പറയുന്നത് യൂദായുടെ ലേഖനത്തിൽ പറയുന്ന പോലെ അതിനെ പറ്റി നമ്മൾ വാദിക്കേണ്ടതാണ്. അത് ദൈവത്തിന്റെ ആ പ്ലാനുള്ള വിഷയമാണ്. അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതായത് മോശയുടെ ശരീരത്തിനെ മിഖായേൽ ദൂതൻ എടുത്തുകൊണ്ടുപോവാണ്. അപ്പോൾ ഏലിയ നേരെ അഗ്നിരഥത്തിൽ കയറിപ്പോയെങ്കിൽ, ശരീരടക്കം കയറിപ്പോയെങ്കിൽ, മോശ മരിച്ചിട്ടാണ് എടുക്കപ്പെട്ടത്. മറിയത്തെ പോലെ മറിയം മരിച്ചിട്ടാണ് എടുക്കപ്പെട്ടത്. അതേപോലെ അപ്പോൾ ആ എടുക്കപ്പെടുമ്പോൾ മിഖായേൽ ദൂതനോട് കലഹിക്കുന്നത്, മറുതലിക്കുന്നത് പിശാചാണ്. അപ്പൊ മിഖായേൽ പറയുന്നതിന് ദൈവം വിധിക്കട്ടെ എന്നാണ്. അപ്പൊ അതായത് ആ സംഭവം റിയലി രക്ഷാകര രഹസ്യത്തിന്റെ ആ വരുന്ന പാറ്റേണിൽ പെട്ടതല്ല. അത് മുന്നാസൂചനമായി നൽകിക്കൊണ്ട് അവർ എടുക്കുകയാണ്. അതെന്റെ വിഷയം പറഞ്ഞതേ. അപ്പൊ അത് നമ്മൾ ഈ വചനത്തിലൂടെ പോകുമ്പോൾ, ഇപ്പൊ സഹോദരൻ പറഞ്ഞ അതേ വചനത്തിൽ പറയുമ്പോഴും, ഇതുവരെ ആരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്, സ്വർഗത്തിലുള്ള കാര്യം പറയാൻ വന്നിട്ടുള്ള ആളാണ്, സ്വർഗത്തിൽ നിന്ന് വന്ന ആളാണ് യേശു. സ്വർഗത്തിൽ കയറിപ്പോകുന്ന യേശു. ഇപ്പൊ ഇവിടെ യേശു സ്വർഗത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ടാണ് മനുഷ്യപുത്രനുള്ള കയറി പോയിട്ടില്ലെന്ന് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് യേശു. ഭൂമിയിൽ നിന്നും സ്വർഗം, അതായത് ബന്ധമുണ്ട്. അപ്പൊ സ്വർഗത്തിലെ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്ന അർത്ഥത്തിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട്. അതിൽ എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കാന്ന് മാത്രം. പിന്നെ ഇതിനെ കുറിച്ച് വേറെ ഏതെങ്കിലും കമന്ററി ഉണ്ടോ നമുക്ക് അന്വേഷിക്കാം. ഈ പറഞ്ഞ പോയിന്റിൽ ഇങ്ങനെ സംഭവത്തിൽ ഞാൻ ആലോചിക്കുകയില്ല, നോക്കി വെക്കാം. ഓക്കെ, ആ വചനമല്ലല്ലോ, യൂദായ ലേഖനത്തിൽ വേറൊരു വചനം ഉണ്ടല്ലോ. ബ്രദറെ, ഒരു ഡൗട്ട് കൂടി. നമ്മളിപ്പോ ഈ പറയുന്ന രക്ഷാകര കർമ്മങ്ങളൊക്കെ പറയുന്നത് നമ്മളുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളിലാണല്ലോ പറഞ്ഞത്. അപ്പൊ ഈ വിജാതീയരായിട്ടുള്ളവരെ കുറിച്ച് ദൈവം നീതിമാനാണെന്ന് ബൈബിൾ പറയുന്നു. അപ്പോ വിജാതീയരായിട്ടുള്ള ആളുകൾ ഇത് അറിഞ്ഞിട്ടല്ലല്ലോ ജനിക്കുന്നതും അവർ ജീവിക്കുന്നതും. അപ്പൊ അതിലൊരു നീതീകരണം പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ അവരോട്? നമുക്ക് ബിരിയാണി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും കൊടുക്കണമല്ലോ. നമുക്കൊരു ബിരിയാണി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കണമല്ലോ.
ഇതേപോലെ ഈ രക്ഷയുടെ എങ്ങനെയാണ് വഴിയെന്ന് മനസ്സിലാക്കിയിട്ട് വിജാതിയർക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അതിന്റെ കുറ്റം നമുക്കല്ലേ? അതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ അവര് ബിരിയാണി തിന്നുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ബിരിയാണി തിന്നുന്നില്ല. നമ്മുടെ കയ്യിലാണ് ബിരിയാണി ഉള്ളത്. അവർ ഇപ്പോഴും കഞ്ഞിവെള്ളം കുടിച്ച് നടക്കാണ്. അവർക്ക് രക്ഷയുടെ വഴികൾ കാണുന്നില്ല. തെറ്റായ രീതിയിൽ രക്ഷയെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മൾ ഈ രക്ഷയുടെ വഴികൾ ലഭിച്ചിരിക്കുന്നു, നമുക്ക് ഈ ബിരിയാണി നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുന്നു. അപ്പൊ അവര് എന്താ ചെയ്യുക ബിരിയാണി കിട്ടാൻ? നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ അനുഭവം ഇപ്പൊ തന്നെ നമ്മൾ റെഡിയാണ്, നമുക്ക് കിട്ടി, നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ നിത്യജീവനിൽ പ്രവേശിച്ചു, കൃപാവരം ലഭിച്ചു. കുർബാനയിലൂടെ അവർക്ക് കിട്ടണ്ട, അവർക്ക് കിട്ടുന്നില്ല. യേശുവിനെ അറിയാത്തവർക്ക് കിട്ടുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, പച്ച പരമാർത്ഥാണ്. നമ്മൾ പറഞ്ഞവർക്ക് മനസ്സിലാവുന്നില്ല. അത് നമ്മോട് തർക്കിക്കുന്നു, അവരുടെ മതം ശരിയാണെന്ന് പറയുന്നു. കാരണം അത് അങ്ങനെ മോൾഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ വാശിപ്പുറത്ത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ഈ മാമോദിസയും ഈ സ്ഥൈര്യലേപനം ഈ കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് എന്നിട്ടും പാപത്തിൽ വീണ് പോയിട്ട് പലരും നരകത്തിലേക്ക് പോകുന്നുവെങ്കിൽ, അതായത് ഈ കുദാശകളൊക്കെ സ്വീകരിച്ചിട്ട് പോലും നമ്മളിൽ പലരും നഷ്ടത്തിലാണെങ്കിൽ അവരുടെ സ്ഥിതി എത്രയോ പരിതാപകരമായിരിക്കും. ശ്രദ്ധിക്കണേ, നമ്മൾക്ക് ഇത്രയും കൃപാവരം സ്വീകരിച്ചിട്ട് മാമോയിസായുടെയും ശൈല്യത്തിന്റെയും കുർബാനയുടെയും ഒക്കെ നമുക്ക് നന്മ ചെയ്യാനുള്ള കഴിവ് ലഭിച്ചിട്ട് അഗാപ്പെ ലവ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് നമ്മൾ പലരും നഷ്ടത്തിലാവുന്നെങ്കിൽ അവരുടെ സ്ഥിതി എത്രയോ ദയനീയമായിരിക്കും. അപ്പോൾ ഒരു വ്യക്തി സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ സ്വർഗത്തിൽ പോവില്ല. നമ്മൾ മനസ്സിലാക്കണം, സഭയിലൂടെ അല്ലാതെ ഒരു വ്യക്തി സ്വർഗത്തിൽ പോവില്ല. സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയസഭ, സമരസഭ, സഹനസഭ, മൂന്നാണ്. മരിച്ച നിമിഷം നമ്മൾ സ്വർഗത്തിൽ പോകുന്നതാണ് വിജയസഭ. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഭൂമിയിൽ ഫൈറ്റ് ചെയ്യുന്നതാണ്, പാപത്തോട് ഫൈറ്റ് ചെയ്യുന്ന സമരസഭ. എന്നാൽ മരിച്ചതിന് ശേഷം നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകാതെ സ്വർഗത്തിലേക്കും പോകാതെ പോകുന്ന ശുദ്ധീകരിക്കപ്പെടുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് സഹനസഭ. സഹിക്കണം. ഇങ്ങനെ സഹനങ്ങളിലൂടെ നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ നമുക്ക് വേണ്ടി സാക്ഷി നൽകാൻ മാമോദിസയും ജലവും രക്തം, മാമോദിസയും കുർബാനയും ശൈലേപനമൊക്കെ നമുക്ക് ഉണ്ടാവും. ക്രിസ്ത്യാനി മരിച്ചാലും ഹിന്ദു മരിച്ചാലും മുസ്ലിം മരിച്ചാലും മരിച്ച ഉടനെ തന്നെ ആ വ്യക്തിയുടെ ആത്മാവ് നരകത്തിന് അർഹമാണെങ്കിൽ നേരെ നരകത്തിൽ പോകും. ആ വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിന് അർഹമാണെങ്കിൽ തീരുമാനിക്കുന്നത് നമ്മളെ ദൈവമാണ്. അവർ നേരെ സഭയിലേക്ക് അംഗമാകും. ഏത് സഭ? സഹനസഭ, ശുദ്ധീകരണത്തിലേക്ക് വരും. നമ്മൾ ഈ മാമോദിസ എല്ലാവരും കുർബാനയൊക്കെ സ്വീകരിച്ച കാരണം കൊണ്ട് നമ്മുടെ ശുദ്ധീകരണം വളരെ ഈസിയായി നടക്കും. അവര് സഹിച്ച് സഹനസഭയിലൂടെ കടന്നു ചെന്നുകൊണ്ട് ഒറ്റപ്പെട്ടുകൊണ്ട് ആത്മാവ് എത്ര കാലം ശുദ്ധീകരിക്കപ്പെടണമോ അങ്ങനെ ശുദ്ധീകരിച്ച് സ്വർഗത്തിൽ പോകും. നമ്മളായാലും ശുദ്ധീകരിക്കപ്പെട്ടിട്ട് തന്നെ സ്വർഗത്തിൽ പോവുക. ഏത് ആത്മാവായാലും ശുദ്ധീകരിക്കപ്പെടാണ്ട് സ്വർഗത്തിൽ കയറാന്ന് വിചാരിക്കണ്ട. അപ്പൊ നമ്മൾ വിചാരിക്കും അവര് യേശുവിനെ അറിയാത്തത് കൊണ്ടല്ലേ. യേശുവിനെ അറിയാത്തതായാലും യേശുവിനെ അറിഞ്ഞതായാലും അവരുടെ ഹൃദയത്തിലെ മനസാക്ഷി അനുസരിച്ച് കർത്താവ് നമുക്ക് വിധി കൊടുക്കും. റോമാക്കാർക്ക് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവരുടെ മനസാക്ഷിയിൽ ധാർമ്മികതയുടെ നിയമം കുത്തിവെച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ധാർമ്മികത എന്ന് പറഞ്ഞ വാക്ക്, അതായത് എല്ലാവരുടെ ഉള്ളിലെ 10 കൽപ്പന കർത്താവ് കൊടുത്തിട്ടുണ്ട്. 10 കൽപ്പന കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഏദൻ തോട്ടത്തിലാണ് നിയമം കൊടുത്തിട്ടുള്ളത്. മോശ കൊടുത്ത നിയമമല്ല, ഏദൻ തോട്ടത്തിൽ നിയമം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ നിയമത്തിന് അധീനരല്ലെങ്കിലും നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ സ്വന്തം ധാർമ്മികതയിലുള്ളിൽ നിന്നും ദൈവത്തിന്റെ സ്വരം കേട്ട് പ്രവർത്തിക്കുന്നതിന് വെച്ച് ആ മനസാക്ഷി അനുസരിച്ച് ആ നിയമം അനുസരിച്ച് വിധിക്കുമ്പോൾ അവർ സഹനസഭയിലാണെങ്കിൽ, കുദാശകൾ ലഭിക്കാത്തവരാണെങ്കിൽ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് മെല്ലെ സ്വർഗത്തിൽ പോകും. അതുകൊണ്ടാണ് നമ്മളവർക്ക് മാമോദിസ കൊടുക്കാൻ പറയണത്. ക്രിസ്ത്യാനിക്ക് നമ്മുടെ സഭയിലാക്കാന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ രക്തത്തിലെ ആ അംഗത്വം ലഭിക്കാൻ, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ യോഗ്യത ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവരെ കഴുകി വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ
വിജാതീയർ രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനി കഷ്ടപ്പെട്ട് മാമോയിസും കുർബാനയും പള്ളി പോക്കായിട്ട് പോയിട്ട് ആകുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് യേശുവിനെ അറിഞ്ഞില്ലല്ലോ അത് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ കേട്ടൊന്നുമില്ല. കേരളമെങ്കിൽ സഭയിൽ അംഗമാകേണ്ടി വരും. ഇവിടെ ആയില്ലെങ്കിൽ സകല സഭയിൽ അംഗമാകും. സ്വർഗ്ഗത്തിൽ പോണ ആത്മാവാണെങ്കിൽ, അല്ലെങ്കിൽ നരകത്തിൽ പോകും. സ്വർഗ്ഗത്തിൽ പോണ ഏത് ആത്മാവായാലും സഭയിലൂടെ, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാണ് സഭ, സഹന സഭയിലൂടെ അല്ലാതെ ഒരാളും വിജയസഭയിലേക്ക് എത്തൂല. നേരിട്ട് സ്വർഗ്ഗത്തിൽ പോവാം. അത് ഭൂമിയിൽ തന്നെ അത്രയും പരിശുദ്ധമായി ജീവിച്ചു കഴിഞ്ഞാൽ വിശുദ്ധർ നേരെ സഹന സഭയിലാണ് സ്വർഗ്ഗത്തിൽ പോകാം, അടുത്ത സാക്ഷികളൊക്കെ ആയി കഴിഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണെന്ന് വരുന്നു. ഓക്കെ ബ്രദർ. ഒരു സംശയം ബ്രദർ, ഇപ്പൊ ഒരു വ്യക്തി പാപം ചെയ്ത് മരിച്ച് നരകത്തിൽ പോയെന്ന് വിചാരിക്കുക. അപ്പൊ അന്ത്യവിധി സമയത്ത് ശരീരം പുറത്തിരിക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത്? ശരീരം അന്ത്യവിധി സമയത്ത് നരകത്തിലുള്ള ആത്മാക്കൾ ഉയർത്തെഴുന്നേൽക്കും, മരത്തിലെ ഭൂമിയിലുള്ള ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. നരകത്തിലുള്ള ആത്മാവും അതുപോലെ കടന്നു വരും. എങ്ങനെ സ്വർഗത്തിൽ പോകുന്ന ആത്മാവ് ശരീരവും ആത്മാവും ഒന്നാകുന്നത്? അതുപോലെ തന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഹൈപ്പോസ്റ്റാസിസേ ഉള്ളൂ, ഒറ്റ ആളത്തമേ ഉള്ളൂ. ഞാൻ കൃത്യത്തെ പറ്റി പറഞ്ഞല്ലോ. എപ്പോൾ ശരീരം അവനുണ്ടായോ അതൊരിക്കലും ആത്മാവ് അപ്പം കയറും. ആത്മാവ് ശരീരം നശിച്ചുകൊണ്ടാണ് ഈ ആത്മാവ് സ്വർഗത്തേക്ക് നരകത്തേക്ക് പോണതേ. അപ്പൊ എപ്പോൾ ശരീരം വന്നു അപ്പോൾ ആ ആത്മാവ് ശരീരം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നായി പോകും. അപ്പൊ ഈ ആത്മാവ് നരകത്തിൽ ദൈവമില്ല എന്നുള്ള വേദന അനുഭവിക്കുകയാണെങ്കിൽ ഈ ശരീരവും അതുപോലെ നശിക്കില്ല, ഫുൾ ടൈം വേദന. ഇപ്പൊ ഒരു ചെറിയൊരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഴിഞ്ഞാൽ മാറും. എന്നാൽ നരകത്തിൽ ദൈവമില്ലെന്നുള്ള വേദന അനുഭവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ വേദന നിത്യമായിരിക്കും. ആണ് നിത്യനരകം. വേദന കുറയില്ല. വേദന അവിടെ അനുഭവിക്കുന്ന വേദന ഇങ്ങനെ നിത്യമായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, കുറയാത്ത വേദന. അപ്പോൾ ക്ഷയമായ ശരീരം എന്ന നശിക്കാത്ത ശരീരം. അപ്പോൾ നശിക്കാത്ത ശരീരം ഇപ്പൊ സ്വർഗത്തിൽ നമ്മൾ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കും. ആനന്ദം ഇങ്ങനെ പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പോലെ ഈ വേദന അതിന്റെ പൂർണ്ണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട വേദന ദൈവം ഇല്ല എന്നുള്ള വേദനയാണ്. അത് ആത്മാവിന് ഏറ്റവും കടുത്ത വേദനയാണ്. ശരിയായോ? അതായത് അന്ത്യവിധി വരെയുള്ള ശുദ്ധീകരണത്തിന്റെ ആവശ്യം, അതിനുശേഷം ശുദ്ധീകരണ സ്ഥലത്തിന്റെ ശുദ്ധീകരണ അവസ്ഥക്ക് അതിന്റെ ആവശ്യമില്ല. ഇല്ല, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് അന്ത്യവിധിയുടെ സ്പോട്ടിൽ ഇല്ലാതെയാവും. കാരണം അന്ത്യവിധിയുടെ സമയത്ത് മരിക്കാൻ പോകുന്ന ആൾക്കാരെ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നല്ല രക്തസാക്ഷിത്വം അവസാനം വരെ സഹിച്ചു രക്ഷ പ്രാപിക്കുന്ന അവസ്ഥ എത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് അപ്പോഴാണ് അവർ ലോകാവസാനം വരുന്നതേ. അപ്പൊ അവരുടെ ശുദ്ധീകരണം വളരെ സ്പോട്ടിൽ നടക്കും. അപ്പൊ അത്രയും ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന അവസ്ഥ യേശുവിന് രണ്ടാം വരവോടുകൂടി കഴിയും. കാരണം ആത്മാവ് മാത്രമല്ല, പിന്നെ ശരീരം കൂടി ഉണ്ട്. പിന്നെ ഒരു ശുദ്ധീകരണ കർമ്മമില്ല, നേരെ സ്വർഗത്തേക്ക് നരകത്തേക്ക് മാറ്റപ്പെടൽ മാത്രമേ ഉള്ളൂ. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, ഒരു അവസ്ഥയാണ്. ദൈവത്തിലേക്ക് ആത്മാവ് നടന്നെടുക്കുന്ന അവസ്ഥ. മരണം, വിധി, സ്വർഗം, നരകം മാത്രമേ ഉള്ളൂ. സ്വർഗം നരകം പോലെ ഒരു സ്ഥിരതയിൽ നിൽക്കുന്ന സ്ഥലമല്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒപ്പം സ്ഥിരതയിൽ നിൽക്കുകയാണ്. നരകം എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്ത അവസ്ഥയിൽ സ്ഥിരതയിൽ നിൽക്കുകയാണ്. എന്നാൽ ശുദ്ധീകരണം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതായത് ഇപ്പൊ മരിക്കുകയാണെങ്കിൽ നമുക്ക് ശുദ്ധീകരണ സ്ഥലമെങ്കിലും പ്രതീക്ഷിക്കുക. അവസാന നിമിഷത്തോട് ചെറിയ പാപം ചെയ്ത് മരിക്കുകയാണെങ്കിൽ നേരം നരകത്തിൽ പോകില്ല. അപ്പൊ അത് ദൈവത്തിന്റെ വിധിക്ക് അങ്ങനെയല്ല. അവസാന സമയത്ത് മരിക്കുന്ന വ്യക്തിയുടെ മരണമായിരിക്കും രക്തസാക്ഷിത്വമായിരിക്കുന്നത്. ആ മരണം തന്നെ അവന് ശുദ്ധീകരണമായിരിക്കും. അന്ത്യനാളിലെ മരണം. ഇപ്പം നമ്മുടെ ഈ മാമോദിസ സ്വീകരിക്കാത്ത കുട്ടികൾ മരിക്കുന്ന, കുഞ്ഞുങ്ങൾ മരിക്കുന്ന, അതൊക്കെയും നമുക്ക് അപ്പം പ്രതീക്ഷിക്കാൻ ശുദ്ധീകരണ സ്ഥലത്ത് സഹന സഭയിലേക്ക് എത്തിപ്പെട്ടു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവർ സ്വർഗ്ഗത്തിൽ പോകും. മാമോദിസ സ്വീകരിക്കാത്ത കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം സഭ അതിനെ പറ്റി ഒരു പഠനം നടന്നു. അതായത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരെ ഒരു ചിന്താരീതി ഉണ്ടായിരുന്നു. പാതാളക്കുഴിന്നോ ലെംബോ അങ്ങനെ എന്ത് സംഭവമാണ്, ഡയലോഗ് വാക്ക് കറക്റ്റ് ചെയ്യാൻ തോന്നുന്നു, ലെംബോ എന്നാണ് തോന്നുന്നു.
അവരുടെ അവസ്ഥയിലാണ് എന്നൊരു ലിംബോ എന്നാണ് ഏ പറയുന്നത്. ആ ആ ആ തന്നെയായിരുന്നു അവസ്ഥയിൽ ഹലോ ലിംബോ എന്നാണ് ലിംബോ 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 തന്നെ ആ അവസ്ഥയിലാണ് എന്നൊരു ധാരണ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി സഭ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവരും പറയും അങ്ങനെ മരിക്കുന്ന കുട്ടികളൊക്കെ ലിംബോയിലാണ്, പാതാളക്കുഴിയിലാണ്, അവർ സ്വർഗത്തിലേക്ക് എത്തില്ല, നരകത്തേക്കും പോവില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്താണെന്ന് പഠിക്കണം, ഒരു വിശ്വാസ പ്രഖ്യാപനം ഉണ്ടാവണം എന്ന രീതിയിൽ ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് വിശ്വാസ കമ്മീഷൻ തീരുമാനിച്ചു. അങ്ങനെ അവർ പഠിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു പാതാളക്കുഴി എന്ന് പറഞ്ഞ അവസ്ഥയില്ല, ലിംബോ എന്നുള്ള അവസ്ഥയില്ല, മറിച്ച് എൻ്റെ അടുക്കൽ വരുവാൻ ശിശുക്കളെ എൻ്റെ അടുക്കൽ അനുവദിക്കുക, തടയണ്ട എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ കരുണ അവരെ സ്വീകരിക്കുന്നവർ നേരെ സ്വർഗത്തിൽ പോകുന്നു. ഇതേ ഉള്ളൂ എന്നാണ് സഭയുടെ പ്രബോധനം. അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും, മരിച്ചുപോയ എല്ലാ കുഞ്ഞുങ്ങൾക്കും ബാധകമാണ്. അതായത് അബോർട്ട് ചെയ്തു എല്ലാവരും ജീവിക്കാൻ അർഹത, അത് അവരുടെ മരണം തന്നെ രക്തസാക്ഷിത്വമാണ്, സ്വർഗത്തിൽ പോയി കണക്കാക്കും. ഏതെങ്കിലും കുട്ടി ജനിച്ച ഉടനെ മരണപ്പെട്ടു പോകാൻ അവസ്ഥയുണ്ടെങ്കിൽ നമ്മ കുടുംബ മാമോദിസ വീട്ടുമാമോദിസ കൊടുക്കണം. അങ്ങനെയാണ്, വീട്ടുമാമോദിസ കൊടുക്കണം എന്നാണ്. അല്ലെങ്കിലും ആ കുട്ടികളുടെ ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് മരിച്ചു വെച്ചാൽ നമ്മൾ വിഷമിക്കുന്നു വേണ്ട, കുട്ടികൾ ദൈവം കരുണപൂർവ്വം സ്വീകരിക്കും. പക്ഷെ വീട്ടുമാമോദിസ കൊടുക്കുമ്പോൾ നമുക്ക് ആ ക്രിസ്തുവിന്റെ രക്തത്താലുള്ള സ്ഥിരീകരണം കൊടുക്കാൻ പറ്റി. എന്തെങ്കിലും ശുദ്ധീകരിക്കാനുണ്ടെങ്കിൽ അത് ശുദ്ധീകരിച്ച ഒരു സ്വർഗത്തിൽ പൊക്കോളും. മറ്റു സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ റിജി ബ്രദർ ക്ലോസിംഗ് പ്രയർ ചെല്ലാൻ സാധിക്കുമല്ലോ. ജിഷ എന്താ ചോദിക്കാന്ന്? ജിഷ എന്നല്ലേ പേര്? ബ്രദർ, ഒരു കുഞ്ഞു സംശയം കൂടെ. ഇപ്പം ബ്രദർ പറഞ്ഞല്ലോ സഭയിലൂടെ അല്ലാണ്ട് രക്ഷയിലേക്കുള്ള പ്രവേശനം സാധ്യമാണെന്നുള്ളത് പറഞ്ഞല്ലോ. സാധ്യമല്ല, ഓക്കെ. സാധ്യമല്ല. സഭയില്ലാതെ രക്ഷയിലേക്കുള്ള പ്രവേശനം സാധ്യമല്ല. അത് അതിനോട് 101% യോജിക്കുന്നു. പക്ഷേ സഭയെ പറ്റി അറിയാത്തവര്, അതായത് ഇപ്പം ആഫ്രിക്ക പോലെയുള്ള ഉൾനാടുകളിൽ ജീവിക്കുന്നവര്, സഭയെ പറ്റി അറിയാത്തവര്, ക്രിസ്തുവിനെ അറിയാത്തവര് മരിച്ചാല് അവർക്ക് സ്വർഗപ്രാപ്തിക്കുള്ള അർഹത ഉണ്ടാവില്ലേ ബ്രദർ? ആഗ്രഹത്താലുള്ള മാമോദിസ പോലെ തന്നെ അല്ല, ആഗ്രഹത്താലുള്ള മാമോദിസ അല്ല അവിടെ വർക്ക് ചെയ്യുക. ഏതൊരു മനുഷ്യന്റെയും മനസാക്ഷിയിൽ ധാർമ്മികതയുടെ നിയമം എഴുതി വെച്ചിട്ടുണ്ട്. ഈ ധാർമ്മികതയുടെ നിയമം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അവന്റെ ഉള്ളിൽ ഇന്നതാണ് ശരി എന്നുള്ള സംഭവം പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ. ഈ പരിശുദ്ധാത്മാവ് നോക്കാൻ പ്രളയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഉള്ളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയോട് തെറ്റ് ചെയ്യുമ്പോൾ നോ 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 എന്ന് പറയും. അതിനോട് അവൻ എന്ത് മറുപടി കൊടുക്കും എന്നുള്ളതനുസരിച്ചിട്ടാണ് അവന്റെ പാപവും അവന്റെ ശരികളും, അല്ലാതെ ഫ്രീ പാസ് അല്ല. അപ്പോൾ അന്ത്യവിധിയിൽ അത് അവന് വെളിവാകും എന്നതാണ് റോമ 2-ാം അധ്യായം 19 ഓർമ്മ ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ വെളിപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളെ വിധിക്കുന്നത് ആ വിധിയായിരിക്കും. അങ്ങനെ വിധിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ശുദ്ധീകരണം ആവശ്യമാണെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പലരെയും ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ആലോചിച്ച് ക്രിസ്തുമതം വരുന്നതിന് മുമ്പ് സതി പാപല്ല, ചിന്തിച്ചു നോക്കിയേ. അപ്പൊ അവരുടെ മനസാക്ഷി സതി പാപം എന്ന് പറയണ്ടാവില്ലേ? തീർച്ചയായും പറയും. അതിന് രാജമോഹൻ അതിനെതിരെ എതിർത്തത്. കുട്ടികളെ ബലിയർപ്പിക്കുന്നവരുണ്ടായിരുന്നു, അയിത്തമുണ്ടായിരുന്നു. ഇതൊക്കെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ പാപമായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. അപ്പൊ കർത്താവിന്റെ നിയമത്തിലാണ് ഇത് വിധിക്കപ്പെടുക, അല്ലാതെ അവരവരുടെ നിയമത്തിലല്ല. ധാർമ്മികതയുടെ മനസാക്ഷി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ നിയമമാണ്. അത് അവരെ ഹൃദയത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ കർത്താവിന്റെ നിയമം വെച്ചിട്ട് അവരെ വിധിക്കുക ചെയ്യുക. അവരൊക്കെ എനിക്ക് എൻ്റെ മനസാക്ഷിയില് ഇയാൾ പറഞ്ഞ പോലെ, ഉസാമ ബിൻ ലാദൻ പറഞ്ഞ പോലെ കൊല്ലണം എന്ന് ആഗ്രഹം, അതെന്റെ മനസാക്ഷി, ഞാൻ പറഞ്ഞു ശരി. അങ്ങനെയല്ല. കർത്താവിന്റെ മനസാക്ഷി വെച്ച് കണ്ണാടി പോലെ വെച്ചിട്ട് ഈ ഒരു മനസാക്ഷിയിലെ സ്വരം നീ കേട്ടിരുന്നില്ലേ എന്ന് അവരോട് ചോദിക്കും. അപ്പൊ അവരെന്ത് വിചാരിച്ചിരുന്നോ, എന്ത് ചിന്തിച്ചിരുന്നോ അതനുസരിച്ച് അവർ വിധിക്കും. ശുദ്ധീകരണം ആവശ്യമുള്ളവരെ ശുദ്ധീകരിക്കാൻ വിടും, അവരെ സ്വർഗ്ഗത്തേക്ക് വിടൂല. അപ്പൊ ഏതൊരു വ്യക്തിയായാലും നമ്മള് യേശുവിനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടോ സഭയുടെ ക്രിസ്തുവിന്റെ വിശ്വാസം അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടോ അവർക്ക് അതൊരു ഫ്രീ പാസ് അല്ല.
അവർക്ക് അവരുടേതായ വിധി പരിശുദ്ധാത്മാവ് ന്യായവിധിയെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഓക്കെ, താങ്ക് യു ബ്രദർ. കഴിഞ്ഞ നിർത്താം, 1 മണിയാ പറയല്ലേ. അതെ, വളരെ 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 നന്ദി. ഇത്രയും വൈകിയ 1 മണി സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഈ ചെറിയൊരു കൂട്ടായ്മക്ക് വേണ്ടിയിട്ട് ഇത്രയും ത്യാഗം സഹിച്ച് നമ്മോട് കൂടെ അതൊന്നും പറയണ്ട, ആയിരിക്കുന്നതിന് കർത്താവ് വിളിച്ചു ചെയ്യാത്തല്ലോ. ബ്രദറിന് ബോറടിക്കുന്നില്ലല്ല ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട്? ഇല്ലേ, അതാ കളി. ബോറടിക്കണമെന്ന് ഞാൻ വേറെ സമയം പോയത് അറിഞ്ഞില്ല. പക്ഷെ 1 മണിയായി. ഇനി നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് കണ്ടുപോകുന്നതാണത്. കഴിഞ്ഞ പ്രാവശ്യം 1:30 ഓക്കെ ഓക്കെ. രജിബ ബ്രദറെ ഒന്ന് ക്ലോസിംഗ് പ്രയർ പ്രാർത്ഥന ചെയ്യാൻ പറ്റുമോ? കാരണവനെ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ ഈ സമയത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് കൂട്ടി വരുത്തി കർത്താവെ അവിടുത്തെ വചനം കേൾക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും കർത്താവിൻ്റെ ആ വഴികളിലൂടെ ആ വചനത്തിൻ്റെ ശക്തിയിലൂടെ നടക്കുവാനും കർത്താവ് ചൊരിയുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ജിദ്ദോ ബ്രദറിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്നു. കർത്താവിൻ്റെ വലിയ കൃപയെ അനുഗ്രഹം ആ മകനിലേക്കും ആ കുടുംബത്തിലേക്കും അനുഗ്രഹമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും കർത്താവ് പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ, നിത്യജീവൻ അവകാശികളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളിലൂടെ അനേകർ കർത്താവെ അവിടുത്തെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം, അവിടുത്തെ അറിയുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനം ഉൾപ്പെടുത്തരുത്, രക്ഷിക്കണമേ. മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഞങ്ങളെ അമ്മയുടെ നീലക്കാപ്പെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ തക്കോണം കർത്താവിൻ്റെ വലിയ ശക്തി അഭിഷേകം ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ തക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളിൽ ഉണ്ടാകുവാൻ തക്കോണം അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കുന്ന ഞങ്ങളുടെ പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ഇത്ര നേരം വളരെ വൈകിയായിരുന്നു നിങ്ങളെല്ലാവരും സഹകരിച്ചതിനോർത്ത് ദൈവം എല്ലാവരും സമൃദ്ധമായി എഴുതട്ടെ. പ്രൈസ് ലോർഡ്. ജിൻഡോ ബ്രദറെ വളരെ വളരെ നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല. നന്ദി പറഞ്ഞ് കൂടുതൽ എന്താ പറയുന്നത്, അത് നന്ദി പറഞ്ഞാൽ ഒരു പോരായ്മയായി പോകുന്നു തോന്നണം. അതുകൊണ്ടാണ്. പ്രൈസ് ലോർഡ് ബ്രദറെ. താങ്ക് യു. ഓക്കെ ബ്രദറെ. പ്രൈസ് ലോർഡ്. ലിവിയാണ്.